SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മൊഡ്യൂളിലെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ സിലബസ് ഭാഗവും മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 8129529102 ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ സിലബസ് പാർട്ട് ബി മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ്. ഇവിടെ ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ചസ്, elasticity of demand, production and cost function, national income concepts, sectoral composition of GDP, theories of international trade, absolute cost advantage, comparative cost advantage, commercial bank and central bank role and function, application of measures of central values, dispersion and simple correlation in economics. അപ്പോൾ ഇത്ര ടോപ്പിക്കുകളാണ് നമുക്ക് പാർട്ട് ബിയിലെ മൊഡ്യൂൾ 3യിൽ നമുക്ക് നോക്കാനുള്ളത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കുന്നത്. മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാം ടോപ്പിക് എന്നാണ് ജസ്റ്റ് ഒന്ന് ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രമാണ് കൊടുക്കുന്നത്. അതിന്റെ കോഡാണ് 020/2022 കോഡ് നമ്പർ എ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2022. ഇവിടെ ക്വസ്റ്റ്യൻ 41, 42, 43 41, 42, 43 ക്വസ്റ്റ്യൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് റോൾ ആൻഡ് ഫംഗ്ഷൻ ഈ ഒരു ഭാഗത്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ 44 മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ്, അവിടെ മീൻ മീഡിയം മോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ 45 ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഇക്കണോമിക്സ്, 45ാമത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അവസരാത്മക ചെലവ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്തികത കുറഞ്ഞ ചോദനവുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബേസിൽ നിന്നും കുറച്ചുകൂടി കൂടിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ് ചോദിച്ചത്. ദെൻ ക്വസ്റ്റ്യൻ 47 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ഓർഡിനൽ അപ്രോച്ച്. അതുപോലെ സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് GDP യിൽ നിന്ന് 48ാമത്തെ ചോദ്യം നാഷണൽ ഇൻകം കോൺസെപ്റ്റ്, ക്വസ്റ്റ്യൻ 49, 50. ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്നാണ് ചോദിച്ചത്. നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൊഡക്ഷൻ കോസ്റ്റ് ഫംഗ്ഷൻ, അതുപോലെ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2022 മുന്നേ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും. അവിടെ ക്ലാസ് ഒക്കെ പ്രൈവറ്റ് ആയിട്ടായിരിക്കും. ആരാണോ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ പ്രൈവറ്റ് ആയിരിക്കും. അവർ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണുക. അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സ് ഫീ ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾ നമ്പറിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം. നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നോക്കുക, കുറച്ച് അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് വന്നത്. നാണ്യപ്പെരുപ്പം ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുക ഈ ഒരു സാഹചര്യത്തിൽ? ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം അവിടെ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കലാണ്. അപ്പൊ ഈ ഒരു ഒറ്റ ചോദ്യം നിങ്ങൾ നോക്കുക. ഇവിടെ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് നോക്കണം. ഇൻഫ്ലേഷൻ എന്താണെന്നുള്ള അറിയണം. എന്താണ് ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്, അതിനുള്ള കാരണങ്ങൾ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണ്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണ്, ഈ ഒരു സാഹചര്യത്തിൽ റിസർവ് ബാങ്കിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത്, ഗവൺമെന്റിനെ ബാധിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാനുണ്ട്. എന്നാൽ ഇവിടെ ഓപ്ഷനിൽ റിപ്പോ നിരക്ക് കുറക്കുക. അപ്പൊ ഏത് സാഹചര്യത്തിൽ റിപ്പോ നിരക്ക് കുറക്കണം, അതുപോലെ റിവേഴ്സ് റിപ്പോ നിരക്ക് കുറക്കൽ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണത് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എക്കോണമിയിൽ പ്രവർത്തിക്കുന്നത്, നോട്ട് അച്ചടിച്ചിറക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് മേഖലകൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളിത് പഠിക്കേണ്ടത്. അതുകൊണ്ട് സിലബസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പഠിച്ചു പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത. അപ്പൊ നിങ്ങൾ നോക്കുന്നത് ഒരു അപ്ലൈഡ് ലെവൽ ചോദ്യമാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് നോക്കാനുണ്ട്.
ഇതിന്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒരു ബേസിക് ചോദ്യങ്ങൾ മാത്രമല്ല ചോദിച്ചത്. ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ബേസിക് ലെവലിലുള്ള ചോദ്യങ്ങൾ, പ്ലസ് ടുവിലുള്ള പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഈ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ, റിപ്പോ നിരക്ക് കുറക്കൽ, നോട്ട് അച്ചടിച്ചിറക്കൽ, റിവേഴ്സ് റിപ്പോ നിരക്ക് കുറക്കൽ, ഇങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ആദ്യം എന്താണ് സെൻട്രൽ ബാങ്ക്? ഓരോ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട്. ഒരു രാജ്യത്തിന്റെ മോണിറ്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് കേന്ദ്ര ബാങ്ക്. ഒരു രാജ്യത്തിന്റെ മോണിറ്ററി സംവിധാനത്തിന്റെ പരമോന്നത സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇനി ഒരുപാട് ഫാക്ട്സുകൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറഞ്ഞു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും തീരൂല. ഓക്കെ, 1935 നിലവിൽ വന്ന് ഇങ്ങനെ ബേസിക് അതൊക്കെ നോക്കി നോക്കുക. പിന്നെ കേന്ദ്ര ബാങ്കിന്റെ പൊതുവായ ധർമ്മങ്ങൾ, അത് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. താഴെ പറയുന്നവയിൽ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഇവ ഏതെല്ലാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു മേഖലയിൽ നിന്ന് വരും. അപ്പൊ നിങ്ങൾ നോക്കുക, ഒന്ന് നോട്ട് അച്ചടിച്ചിറക്കൽ, അതുപോലെ ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്കുകള്, പണപ്രദാനത്തിന്റെ നിയന്ത്രകൻ, പണപ്രദാനം, മണി സപ്ലൈ നിയന്ത്രിക്കാം. പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിലായിരിക്കും. അപ്പൊ ഈ ടേംസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ അവിടെ അതിന്റെ ഇംഗ്ലീഷോടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ മലയാളത്തിൽ അത് മനസ്സിലാക്കി. പണപ്രദാനം, മണി സപ്ലൈയുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാർ, ആപൽഘട്ടങ്ങളിൽ വായ്പ നൽകുന്ന ആളുകളാണ്, ദേശീയ തലത്തിൽ ഇടപാട് തീർക്കുന്നവരാണ്, റിപ്പോകളുടെ പ്രസിദ്ധീകരണം, റിപ്പോ റേറ്റ് ഇത്രയായിരിക്കും, അത് മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പോ ഇനി ഓരോന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കുന്നില്ല. നോട്ട് അച്ചടിച്ചിറക്കൽ പൊതുവായ ഒരു ധർമ്മമാണ്. ഇതിലും പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ പറയുന്നുണ്ട്. കേന്ദ്ര ബാങ്കാണ് കറൻസി അതോറിറ്റി. കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്നതും ഇറക്കുന്ന അധികാരം കേന്ദ്ര ബാങ്കിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയിൽ ₹1 നോട്ട് ഒഴികെയുള്ള മുഴുവൻ കറൻസിയും അച്ചടിച്ചിറക്കുന്ന ആരാണ്? RBI ആണ്. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. ₹1 നോട്ടും കോയിനുകളും അച്ചടിച്ചിറക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഇതൊക്കെ +2 ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ്. ഓക്കെ, അപ്പൊ അവിടെ പോയിന്റ് അവിടെ മാർക്ക് ചെയ്ത് ഇന്ത്യയിൽ ₹1 നോട്ട് ഒഴികെയുള്ള മുഴുവൻ കറൻസിയും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. ₹1 ആരാണ് അവിടെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. യെസ്, ബാങ്കുകളുടെ ബാങ്ക് ഇപ്പോൾ ഇത് വിശദീകരിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതൊക്കെ നമ്മൾ ടോപ്പിക് അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഗവൺമെന്റിന്റെ ബാങ്കുകൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ സിലബസിൽ വിശദമായിട്ട് നോക്കാനുണ്ട്. പണപ്രദാനത്തിന്റെ നിയന്ത്രകൻ, കൺട്രോൾ ഓഫ് മണി സപ്ലൈ, എങ്ങനെയാണ് എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് അത് നിയന്ത്രിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പണപ്രദാനം, കൺട്രോൾ ഓഫ് മണി സപ്ലൈ, എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. കേന്ദ്ര ബാങ്കിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് ഇത്, പണപ്രദാനത്തിന്റെ നിയന്ത്രകൻ എന്നത്. ഓക്കെ, സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനത്തിന്റെയും വായ്പയുടെയും മൊത്തം വലിപ്പം നിയന്ത്രിക്കുന്നത് ആരാണ്? കേന്ദ്ര ബാങ്കാണ്. ബാങ്ക് റേറ്റ്, കരുതൽ ധനാനുപാതം തുടങ്ങിയവയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പണത്തിന്റെ പ്രദാനം നിയന്ത്രിച്ച് സാമ്പത്തിക സ്ഥിരത കൈവരുത്തുന്നു. അതുപോലെ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, രാജ്യത്തിന്റെ വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. കൂടാതെ രാജ്യത്തിന്റെ സ്വർണത്തിന്റെ കരുതൽ ശേഖരവും സെൻട്രൽ ബാങ്ക് ആണ് സൂക്ഷിക്കുന്നത്. അവസാനത്തെ ആശ്രയം എന്ന നിലയ്ക്ക് വായ്പ നൽകുന്നത്, ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. വാണിജ്യ ബാങ്കുകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ റിസർവ് ബാങ്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നു. വാണിജ്യ ബാങ്കുകൾ അവസാനത്തെ ആശ്രയം എന്ന നിലയ്ക്ക് ധനസഹായത്തിനായി റിസർവ് ബാങ്കിനെ സമീപിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ വാണിജ്യ ബാങ്കുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനാൽ റിസർവ് ബാങ്കിനെ അവസാനത്തെ ആശ്രയം എന്ന നിലയ്ക്ക് വായ്പ നൽകുന്നവൻ എന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ദേശീയ തലത്തിൽ ഇടപാട് തീർക്കുന്നവനാണ് ആര്? നമ്മുടെ കേന്ദ്ര ബാങ്കുകൾ, നാഷണൽ ക്ലിയറിംഗ് ഹൗസ്. വാണിജ്യ ബാങ്കുകൾ പരസ്പരം നടത്തുന്ന അവകാശവാദങ്ങൾ തീർക്കുന്നതിനും പണം കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള ക്ലിയറിംഗ് ഹൗസ് ആയി സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നു. വാണിജ്യ ബാങ്കുകളുടെ ക്യാഷ് റിസർവ് സെൻട്രൽ ബാങ്കിന്റെ അധീനതയിൽ ആയാൽ സെൻട്രൽ ബാങ്ക് മുഖേനയുള്ള സെറ്റിൽമെന്റും ക്ലിയറിംഗും വളരെ എളുപ്പമാണ്. അതുപോലെ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഓക്കെ, അപ്പോൾ അത്രയുള്ള 8 ഫങ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ആ 8 ഫങ്ഷൻസ് പഠിച്ചു വെക്കുക. നമുക്ക് ഇതിൽ പെടാത്തത് ഏതെല്ലാം, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ധർമ്മത്തിൽ പെടാത്തത് ഏത് എന്നുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാനുള്ള ഒരേ ഒരു പ്രവർത്തനം എന്താണ്? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക. അപ്പൊ എന്താണ് റിപ്പോ റേറ്റ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നതിലുള്ള ഒരു താൽക്കാലിക വായ്പാ നിരക്കാണ് ഇത്, റിപ്പോ റേറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ളത്. എന്താണ് റിപ്പോ റേറ്റ്? നമ്മുടെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുകയാണ്. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ
ഫൈനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന സമയത്ത് രാജ്യത്തുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം, റിസർവ് ബാങ്കിൽ നിന്ന് പണം കടമെടുക്കാം. അപ്പൊ അവിടെ ഒരു റേറ്റ് അവർ നിശ്ചയിക്കും, അതിനാണ് റിപ്പോ റേറ്റ്. ആ കടം കൊടുക്കുമ്പോൾ ഇത്ര ശതമാനം അവരെന്ത് ചെയ്യുന്നുണ്ട്, പലിശ നിരക്ക് അവിടെ അവര് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർക്ക് കൊടുക്കണം, സെൻട്രൽ ബാങ്കിന് കൊടുക്കണം. അപ്പൊ നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ. അപ്പൊ ഇതിനുള്ള കാരണങ്ങളും ഇതിന്റെ എഫക്റ്റ് ഒക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊന്ന് നോക്കാം. എന്താണ് റിപ്പോ നിരക്കിന്റെ അർത്ഥം? റിപ്പോ എന്നത് റീപർച്ചേസ് എഗ്രിമെന്റ് എന്നതിന്റെ ചുരുക്കമാണ്. ഇത് റിപ്പോ, റീപർച്ചേസ് എഗ്രിമെന്റ്. ഓക്കെ, അതിന്റെ ഒരു ചുരുക്ക വേർഡാണ് ഇത് നമ്മുടെ റിപ്പോ. ഇത് ഒരു താൽക്കാലിക ധനകാര്യ ക്രമീകരണമാണ്. ഇവിടെ റിസർവ് ബാങ്കുകൾ മറ്റു വാണിജ്യ ബാങ്കുകൾക്ക് ചെറിയ കാലയളവിനുള്ളിൽ പണം ധാരാളമായി നൽകുന്നു. അപ്പൊ മെയിൻ പോയിന്റ് എന്താണ്? റിസർവ് ബാങ്ക് മറ്റു വാണിജ്യ ബാങ്കുകൾക്ക് പണം ധാരാളമായി നൽകുന്നു, അല്ലെങ്കിൽ പണം നൽകുന്നു. അതിനവർ നിശ്ചയിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാണിജ്യ ബാങ്കുകൾ ക്യാഷ് ആവശ്യം ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ റിപ്പോ നിരക്ക്, ഓക്കെ, പലിശ നിരക്ക്, അതാണ് റിപ്പോ നിരക്ക്, പണം നേടാൻ സാധിക്കും. അപ്പൊ റിപ്പോ നിരക്ക് നിശ്ചയിക്കുമ്പോൾ എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത്? അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവിടെയാണ് ആ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത. ഉദാഹരണം പറയാം, ഇപ്പോൾ ബാങ്ക് റേറ്റ്, സെൻട്രൽ ബാങ്ക് റിപ്പോ റേറ്റ് കുറക്കുകയാണ്. ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? കൊമേഴ്ഷ്യൽ ബാങ്ക് വൻ തോതിൽ കടമെടുക്കും, നമ്മുടെ റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കും. അപ്പൊ കൂടുതലായിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് മണി സപ്ലൈ എങ്ങോട്ടേക്ക് വരും? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിലേക്കും. കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൂടുതലായിട്ട് പണം വരുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളിലേക്ക് പണം കൊടുക്കുകയാണ്. കാരണം ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നത് എവിടെയാണ്? കൊമേഴ്ഷ്യൽ ബാങ്കാണ്. എന്നാൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ആർക്ക് ബന്ധമില്ല? റിസർവ് ബാങ്കിന് ബന്ധമില്ല. റിസർവ് ബാങ്ക് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക് സംവിധാനങ്ങളെയും വളരെ കാര്യക്ഷമമായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും, അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനു വേണ്ടി പണം കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ചെയ്യുന്നത്. ഓക്കെ, രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് കാര്യങ്ങൾ എടുക്കുന്നത്. അങ്ങനെ റിസർവ് ബാങ്കിൽ പലിശ നിരക്ക് വളരെ കുറവാണെന്ന് പറയുമ്പോൾ രാജ്യത്തുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് ഒക്കെ എന്ത് ചെയ്യും? റിസർവ് ബാങ്കിൽ നിന്ന് പണം കടമെടുത്ത് എവിടെ ഉണ്ടായിരിക്കും? അവർ ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ പണം എന്ത് ചെയ്യും? ജനങ്ങളിലേക്ക് കൊടുക്കും. അങ്ങനെ റിസർവ് ബാങ്കിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിലേക്കും കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ജനങ്ങളിലേക്കും മണി സപ്ലൈ ഉണ്ടാവും വളരെ വലിയ രീതിയിൽ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം എന്താ സംഭവിക്കുക? എക്കോണമിയിൽ കൂടുതലായിട്ട് പണം ഉണ്ടാവുകയും ജനങ്ങളുടെ സ്പെൻഡിങ് കൂടും, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടും. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാൻ പറ്റും. ഗവൺമെന്റിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എല്ലാ മേഖലയിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇവർക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് ആളുകളിലേക്ക് അതിനു വേണ്ട പണം കൊടുക്കും. അങ്ങനെ കൺസംഷൻ കൂടും, ആളുകളുടെ ഉപഭോഗം കൂടും. മാത്രമല്ല അവിടെ ഉപഭോഗം കൂടുകയും പിന്നെ അതേപോലെ ഗവൺമെന്റ് സ്പെൻഡിങ് വർദ്ധിക്കും. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ അവിടെ വർദ്ധിക്കും, ഇൻവെസ്റ്റ്മെന്റ് കൂടും. അവിടെ എക്സ്പോർട്ട് കൂടാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ട് അല്ല, കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഇമ്പോർട്ട് കൂടാനും അവിടെ സാധ്യതകളുണ്ട്. അപ്പൊ ഈ ഒരു തരത്തിൽ വലിയൊരു മാറ്റങ്ങൾ അവിടെ സംഭവിക്കും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ജനങ്ങളിലേക്ക് പണം കടം കൊടുക്കുമ്പോൾ. അപ്പൊ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, യെസ്. അപ്പോ റിപ്പോ നിരക്ക് കുറച്ചാൽ എന്ത് സംഭവിക്കുക? ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ടോപ്പിക്കിന് അണ്ടറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് പറഞ്ഞു. കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇനി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവുകയുള്ളൂ. അപ്പൊ നോക്കാം, കൂടുതലൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ റിപ്പോ നിരക്ക് കുറച്ചാൽ റിസർവ് ബാങ്ക് പൊതുവായി സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ റിപ്പോ നിരക്ക് കുറക്കും. കണ്ടോ? അപ്പൊ റിപ്പോ നിരക്ക് കുറക്കുന്ന എന്ത് സാഹചര്യത്തിലാണ്? റിസർവ് ബാങ്ക് പൊതുവായിട്ട് സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൂടുതൽ പണം കൊമേഴ്ഷ്യൽ ബാങ്കിലെത്തും. കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൂടുതൽ പണം എത്തി എവിടേക്ക് എത്തും? ജനങ്ങളിലേക്ക് എത്തും. അങ്ങനെ കുറവ് പലിശ നിരക്കിൽ പണം ലഭിക്കുന്നതിനാൽ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും? ഉപഭോക്താക്കൾ ജനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇവരാണ്, കൊമേഴ്ഷ്യൽ ബാങ്കാണ്. വ്യവസായങ്ങൾക്കും വായ്പ നൽകും. കാരണം അവർക്ക് കൂടുതൽ പണം ഇവിടുന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്കും അതിനുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കുന്നതിനാൽ ചെലവാക്കലും നിക്ഷേപമൊക്കെ കൂടും. വിപണി അങ്ങനെ സജീവമാവും. എപ്പോ? റിപ്പോ നിരക്ക് കുറക്കുമ്പോൾ. അപ്പൊ അവിടെ എന്തിനു സാധ്യത ഉണ്ട്? അവിടെ നമ്മുടെ ഇൻഫ്ലേഷന് സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഇങ്ങനെ റിപ്പോ നിരക്ക് കുറച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണയായി സാമ്പത്തിക വളർച്ച ആവശ്യമായ സമയത്ത് മന്ദഗതിയിലെ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് പണം നിരക്കിൽ വായ്പകൾ നൽകാൻ സഹായിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിലേക്ക് വരുന്നത്. റിപ്പോ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇവിടെ കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പണപ്പെരുപ്പത്തിനുള്ള സാധ്യത വളരെ കൂടുതൽ, പണപ്പെരുപ്പം ഉണ്ടാകും. അപ്പോൾ പണപ്പെരുപ്പം കൂടുതലായപ്പോൾ പണത്തിന്റെ മിച്ചം തടയാൻ എന്ത് സംഭവിക്കും? റിപ്പോ നിരക്ക് കൂട്ടും. ഓക്കെ, എങ്ങനെയാണ്?
പണപ്പെരുപ്പം കൂടുതലായപ്പോൾ പണത്തിന്റെ മിച്ചം തടയാൻ റിപ്പോ നിരക്ക് കൂട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ചോദ്യം. ഈ സാഹചര്യത്തിൽ പലിശ നിരക്ക് വളരെ കൂടുതലാണ്. അപ്പോ റിസർവ് ബാങ്കിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക് പണം കടമെടുക്കുന്നത് എന്നുള്ളത് അവർ കുറക്കും, അതിന്റെ ക്വാണ്ടിറ്റി അവർ കുറക്കും. ഇവിടെ കുറവ് സംഭവിക്കുമ്പോൾ വാണിജ്യ ബാങ്ക് എന്ത് ചെയ്യും? ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്, ഉപഭോക്താക്കൾക്കും വ്യവസായങ്ങൾക്കും വേണ്ടിയിട്ട് കടം കൊടുക്കുന്നതിന്റെ അളവ് കുറക്കും. കാരണം എന്താണ്? ഇപ്പൊ അവർ കടം എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കണം. കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്കിന് കൊടുക്കണം. അതുപോലെ തന്നെ ഉപഭോക്താക്കളും വ്യവസായികളും ആർക്ക് കൊടുക്കണം? കൂടുതൽ പലിശ നിരക്ക് ആർക്ക് കൊടുക്കണം? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനും കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ആ ഒരു മണി സപ്ലൈ കുറക്കാൻ സാധിക്കും, ഇൻഫ്ലേഷൻ അവിടെ കുറക്കാനും സാധിക്കും, അല്ലെ? ഇപ്പൊ സാധാരണയായിട്ട് ഇൻഫ്ലേഷൻ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ എല്ലാ രാജ്യത്തും ഇൻഫ്ലേഷൻ സ്വമേധയെ അവർ ക്രിയേറ്റ് ചെയ്യും. രാജ്യം അവർ അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഇത് വളരെ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, സാധാരണ ഇൻഫ്ലേഷനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് 2%. ഇപ്പൊ പണത്തിന്റെ മൂല്യം അല്ലെങ്കിൽ പണപ്പെരുപ്പ് 2% ഉണ്ടായാലും എക്കോണമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഈ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷന്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷന്റെ അളവ് വളരെ കൂടുതലാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. കാരണം ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടായിട്ടുള്ളത്? അപ്പൊ അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് എക്സാമുമായി റിലേറ്റ് ചെയ്ത് അത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, കാരണം ഇതിലൊക്കെ മാറ്റങ്ങൾ വരും, ടെൻഡേറ്റീവ് ആണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോ പലിശ നിരക്ക് ഉയർന്നതിന് വാണിജ്യ ബാങ്കുകൾ കൂടുതൽ പണം ചെലവായി നൽകേണ്ടി വരും. അപ്പോൾ ഉപഭോക്താക്കൾ, കമ്പനി സ്ഥാപനങ്ങൾ വായ്പകൾ നൽകുന്നതിനുള്ള ചെലവുകൾ കൂടും റിപ്പോ നിരക്ക് കൂട്ടിയാൽ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഉപഭോക്താക്കൾ ചെലവ് കുറയ്ക്കുന്നതും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സാധിക്കും. അപ്പൊ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിപ്പോ നിരക്ക് കൂട്ടുന്നു, അല്ലെ? കൂടുതലായിട്ട് പണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്താൽ മതി? റിപ്പോ നിരക്ക് കുറച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ഞാൻ ഒരു കാര്യം ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, ഒരു ക്വസ്റ്റ്യൻ 3 ദിവസം വെച്ച് പഠിച്ചാൽ 300 ദിവസം എന്തിനു വേണം? ഈ 100 ചോദ്യം നോക്കാൻ വേണ്ടി വരും, അല്ലെ? അപ്പോ അത്രത്തോളം വൈഡ് ആയിട്ടുള്ളൊരു മേഖല നമ്മൾ നോക്കാണ്ട്. എന്നാ പിന്നെ എല്ലാ കാര്യങ്ങളും വായിച്ചു പഠിക്കുക എന്നുള്ളതല്ല. അപ്പൊ കഴിഞ്ഞ HSA പരീക്ഷയിലൊക്കെ എല്ലാവരും റിസ്ക് എടുത്തിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്, കിട്ടുന്നതൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റിവിഷൻ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സിലബസും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏരിയകളും വിശദമായിട്ട് പഠിക്കണം. വളരെ ചെറിയൊരു കുറച്ച് പോയിന്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ കണ്ടോ, ഒറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട്. റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിക്കണം, റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻ നോക്കണം, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ അവിടെ നോക്കാനുണ്ട്. ഇത് എങ്ങനെ എക്കോണമിയിൽ എഫക്ട് ചെയ്യുന്നു, ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇത് രാജ്യത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇത് സ്ഥാപനങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പറയാൻ കാരണം അപ്ലൈഡ് ലെവൽ ചോദ്യങ്ങളാണ് വരുന്നത്, അല്ലെ? അപ്പോ അടുത്തത് എന്താണ് ഇതിന്റെ ഒരു ഉദാഹരണം? റിപ്പോ റേറ്റ് 6% നിശ്ചയിച്ചാൽ RBI ഒരു വാണിജ്യ ബാങ്ക് 100 കോടി രൂപ വായ്പ എടുക്കുമ്പോൾ അതിന് RBIക്ക് നൽകേണ്ട പലിശ എത്രയായിരിക്കും? 6 കോടിയാണ്, അല്ലെ? 6%. അപ്പൊ 200 കോടി എടുത്ത് എത്ര? 12 കോടി കൊടുക്കേണ്ടി വരും, അല്ലെ? 300 ആകുമ്പോൾ 18 കോടി. അതിന്റെ ഒരു 6% കൊടുക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ്? എത്ര? 6.5%, 6.5%. ഇപ്പോഴത്തെ കറണ്ട് റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%. ഇതൊക്കെ നമുക്ക് എക്സാം അടുപ്പിച്ചിട്ട് കുറച്ച് അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കേണ്ടതുണ്ട്. കാരണം ഈ കറണ്ട് അഫേഴ്സ് നമ്മുടെ പാർട്ട് ബിയിലും കറണ്ട് അഫേഴ്സ് വരാം, സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ വരാം. യെസ്, എന്താണ് റിവേഴ്സ് റിപ്പോ? നേരെ തിരിച്ചാണ്. നേരത്തെ റിപ്പോ റേറ്റ് പറഞ്ഞു. റിപ്പോ റേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിക്കാൻ വളരെ ഈസിയാണ്. റിവേഴ്സ് റിപ്പോ എന്താണ്? ഇനി നേരെ തിരിച്ചാ. ഇവിടെ സാമ്പത്തിക പ്രശ്നം നമ്മുടെ ഈ ഒരു റിസർവ് ബാങ്കിനും കൊമേഴ്ഷ്യൽ ബാങ്കിന് മാത്രമല്ല, രാജ്യത്തിനും വരും, അല്ലെ? അതൊക്കെ നമ്മൾ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഈ നേരെ തിരിച്ച് ആർക്ക്? റിസർവ് ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പണം കടമെടുക്കാം. അതിന്റെ ഒരു റേറ്റ് ആണ് ഇത് റിവേഴ്സ് റിപ്പോ. ഓക്കെ, അപ്പോ റിവേഴ്സ് റിപ്പോ ഒരു സാമ്പത്തിക ഉപകരണമാണ്. ഇത് പ്രധാനമായി സെൻട്രൽ ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാകുന്നു. റിവേഴ്സ് റിപ്പോ വഴി ഒരു സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ലാഭദായകമായ പലിശ നിരക്കിൽ പണം വായ്പയായിട്ട് വാങ്ങുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അപ്പൊ റിവേഴ്സ് റിപ്പോ എവിടുന്നാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് സെൻട്രൽ ബാങ്കിലേക്ക്. റിപ്പോ എങ്ങോട്ടേക്കാണ്? സെൻട്രൽ ബാങ്കിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക്. അപ്പൊ ഞാനിവിടെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ, കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളത് കമന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ
മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ, ആ ടീച്ചർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്തുണ്ട് സാർ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ആ കാലയളവിൽ ഉണ്ടായിരുന്ന സംസ്കാരങ്ങൾ ഏതെല്ലാം, അതിന്റെ ഒരു കാലഘട്ടം ആദ്യം വന്നത് ഏതാണ്? ഇപ്പോൾ സുമേറിയൻ, കഴിഞ്ഞ പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നു സുമേറിയൻ. പിന്നെ വന്നത് ആരാണ്? അഖാദിയൻ അല്ലെ. പിന്നെ വന്നത് ബാബിലോണിയൻ ആണ്. പിന്നെയാണ് ഇത് അസീറിയൻ വരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുമാക്ക അസീസിന്റെ കൂടെ ബാബിലോണിയയിൽ പോയി, കാൽനടയായി പോയി. അപ്പൊ അത് തെറ്റാണ്. അവിടെ ആദ്യം വന്നത് സുമേറിയൻ, പിന്നെ അഖാദിയൻ, പിന്നെ ബാബിലോണിയൻ ആണ്. ഓക്കെ, പിന്നെയാണ് അസീറിയൻ വരുന്നത്, പിന്നെ കാൽദിയൻ. അപ്പൊ എങ്ങനെ പഠിച്ചാൽ മതി? സുമാക്ക ബാബിലോണിയയിലേക്ക് അസീസിന്റെ കൂടെ കാൽനടയായിട്ട് പോയി എന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഞാനത് ആ ഒരു വീഡിയോന്റെ താഴെ അതിൽ ഇന്ന ഭാഗം തെറ്റുണ്ട്, ഇത്ര ഭാഗത്ത് അത് നിങ്ങളത് ശരിക്കും പഠിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഡൗട്ട്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കാരണം തെറ്റ് വെച്ച് ഒരിക്കലും നമ്മൾ പഠിച്ചു പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, ഇനി റിവേഴ്സ് റിപ്പോയുടെ പ്രാധാന്യം ഒന്നെന്താണ്? പണവിതരണം നിയന്ത്രിക്കുക. ഇത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, കാരണം നമുക്ക് സമയം ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഒരുപാട് സമയം പോകും. നമുക്ക് ടോപ്പിക്കിൽ എന്താണെങ്കിലും വൈഡായിട്ട് ചർച്ച, ചിലപ്പോൾ ഒരു ഒറ്റ ടോപ്പിക്കിന് തന്നെ വേണ്ടി വരും 3-4 പാർട്ട് ക്ലാസ്സുകൾ വേണ്ടി വരും. നമ്മൾ ചെയ്യും, എല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അതിന്റെ നോട്ടും അതിന്റെ PPT ഒക്കെ അവൈലബിൾ ആവും. ഇപ്പോൾ മൊബൈൽ നോക്കി വായിക്കേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, PPT യൂസ് ചെയ്യാം. ഇനി പ്രിന്റ് എടുത്ത് വായിച്ച് പഠിക്കേണ്ട ആൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം. അതൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടായിരിക്കും, വളരെ ലോ കോസ്റ്റിൽ പ്രിന്റ് എടുത്ത് തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് പ്രിന്റ് ചെയ്ത് നോട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ A4 4 പേജ് പ്രിന്റ് ചെയ്യാൻ പറ്റും, വായിക്കാനും പറ്റും. ഓക്കെ, എന്റെ ഫോൺ സൈസ് ഒക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, പറ്റ ചെറുതാവില്ല. ഓക്കെ, പിന്നെ ക്ലാസ് കേൾക്കേണ്ട ആളുകൾക്ക് അതിന്റെ വീഡിയോ ക്ലാസ് കേൾക്കാം. ഫീ അടച്ച ആളുകൾക്ക് മാത്രമേ ഒക്കെ അവൈലബിൾ ആകും കേട്ടോ. യെസ്, അപ്പോ അടുത്തത് പലിശ നിരക്ക് ഉയർത്തുക. റിവേഴ്സ് റിപ്പോർട്ട് അടുത്തൊരു പ്രാധാന്യമാണ് പലിശ നിരക്ക് ഉയർത്തുക, ബാങ്കുകളുടെ പണലഭ്യത. ഓക്കെ, റിവേഴ്സ് റിപ്പോർട്ട് പ്രാധാന്യങ്ങൾ ഇതൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻഫ്ലേഷൻ എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, അപ്പോ ഇൻഫ്ലേഷൻ എന്താ? പണപ്പെരുപ്പം എന്നാൽ സാധാരണയായി ഒരു രാജ്യത്തിന്റെ സർവ്വ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വിലയിലുള്ള തുടർച്ചയായ വളർച്ച എന്ന് അർത്ഥമാക്കുന്നു. എന്താണ് പണപ്പെരുപ്പം? പണപ്പെരുപ്പം എന്നാൽ സാധാരണയായി ഒരു രാജ്യത്തിലെ സർവ്വ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വിലയിലുള്ള തുടർച്ചയായ വളർച്ച എന്ന് അർത്ഥമാക്കുന്നു. ഇതൊക്കെ നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ഓരോന്നിന്റെയും ബില്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഓരോന്നിന്റെയും വില വർദ്ധിക്കുന്നത്, സാധനത്തിന്റെ വില വർദ്ധിക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാധനത്തിന് വില കൂടും. ഇപ്പൊ കടയിൽ പോയിട്ട് സാധനം ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഇത്രയായിരുന്നു, ഇപ്പൊ ഇതിപ്പോ വില എത്ര കൂടിയില്ലേ. ഇപ്പൊ നിങ്ങൾ സാധാ കടയിൽ ഇപ്പൊ നമ്മുടെ വാങ്ങലിലൊക്കെ നിങ്ങൾ നോക്കുക, കടയിലൊക്കെ പോയിട്ട് ഇപ്പോ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ ഉള്ളത് 12ആയി, 12ഉം 12ഉം 24. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു ചായ ഒരു കടി ഇത് നമ്മൾ ഒരു ചെറിയൊരു ഷോപ്പിൽ പോയിട്ട് കഴിച്ചു വരുമ്പോഴേക്കും ഇതിന്റെ വില കൂടിയിട്ടുണ്ട് എല്ലാത്തിന്റെയും. അങ്ങനെ ഇതിനൊക്കെ ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മൂല്യവർധനയോടെ സാധനങ്ങൾക്ക് സേവനങ്ങൾക്ക് നൽകേണ്ട ചെലവ് കൂടുകയും പണം കുറഞ്ഞ മൂല്യമാവുകയും ചെയ്യുന്നു. അപ്പൊ പണത്തിന് എന്ത് സംഭവിക്കുന്നില്ല, നമുക്ക് കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. ചില ആളുകൾ പറയും ഒരു ചാക്ക് പൈസയായിട്ട് പോവുക കടയിലേക്ക്, ഇതൊരു ചെറിയൊരു കീസയിൽ എന്ത് ചെയ്യുക, സാധനം വാങ്ങി വരിക. അങ്ങനെ പണപ്പെരുപ്പം ഇൻഫ്ലേഷനെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഒരു ചാക്ക് പൈസയായിട്ട് പോകണം, പക്ഷെ സാധനം കിട്ടുന്നത് എത്രയേ ഉള്ളൂ, വളരെ കുറച്ച്, ഒരു കീസയിൽ മാത്രം ആണ് നമുക്ക് സാധനം കിട്ടുന്നത്. അതൊക്കെ ഇൻഫ്ലേഷൻ ആയിട്ട് പറയാറുണ്ട്. യെസ്, ഇനി 2 രീതിയിലുള്ള ഇൻഫ്ലേഷൻ സംഭവിക്കും. ചോദന പ്രേരകവും ചെലവ് പ്രേരകവുമായ വില വർധന. അതാണ് ഈ ഒരു നമ്മുടെ ചോദ്യങ്ങൾ മലയാളത്തിലാണ്. എന്നാൽ ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനും പറയാനൊക്കെ ബുദ്ധിമുട്ടാണേലും, എന്നാൽ ചില ചോദ്യങ്ങൾ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എഴുതാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദന പ്രേരകവും ചെലവ് പ്രേരകവുമായ വില വർധന. അപ്പോൾ ചില ആളുകൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, നാട്ടിലെ CBSE സ്കൂളിൽ പഠിച്ചാണെന്ന് പറയുമ്പോഴേ ഒരു ട്രോളുള്ളതാണ്. അപ്പോൾ പറയും, അപ്പൊ മലയാളം അറിയില്ല ഇംഗ്ലീഷും അറിയില്ല എന്ന് പറയും. കാരണം അത് ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു തമാശയായിട്ട് ഒരു ട്രോളുള്ളത് പറഞ്ഞതാണ്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രശ്നമാണത്. കാരണം നമ്മൾ അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഇത് ഉപയോഗിക്കുന്നില്ല. അതാണ് ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഇപ്പൊ കേരളത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത, സബ്ജക്റ്റ് നമുക്ക് വൈഡ് നോളജ് ആയിരിക്കും, പക്ഷെ ഇത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ഒന്നുമല്ല, നമ്മൾ ഏകദേശം 3.5 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നു. നമ്മൾ എല്ലാവരും മലയാളം ഉപയോഗിക്കുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ കുറച്ച് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്.
ക്ലാസ് റൂമിൽ നമ്മൾ ടീച്ചേഴ്സ് എടുക്കുന്ന ആ ഒരു യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതായത് നിങ്ങൾ ഒരു ക്ലാസ് എടുക്കുമ്പോഴുള്ള ഇംഗ്ലീഷിൽ നമുക്ക് ടോപ്പിക്ക് ഈസി ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ടേംസ് വളരെ കുറവ്, അവിടെ ടീച്ചർ മാത്രം എടുക്കണം. എന്താ നേരം വെച്ച് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം വളരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് കമ്മ്യൂണിക്കേഷൻ കൂടുതലില്ലാത്തതുകൊണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളും ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചോ പറഞ്ഞു. കാരണം ഇത് മലയാളത്തിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ പാർട്ട് എയിൽ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതും ബുദ്ധിമുട്ട്. ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കാൽ അത് വേറെ നിവൃത്തിയില്ല അല്ലെ. ചോദന പ്രേരകവും ചെലവ് പ്രേരകവുമായ വിലവർധനം പറയാൻ കാരണം PSC എങ്ങനെ ജോലി കൊടുക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കും. കാരണം അത്രത്തോളം ആപ്ലിക്കൻസ് ആണുള്ളത് എവിടെയാണെങ്കിലും. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ഇതൊന്നും പഠിച്ചതൊന്നും വെറുതെ ആവില്ല കേട്ടോ. കുറച്ച് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഒരു 50% ഇംഗ്ലീഷ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും കിട്ടും. നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ കേരളത്തിന്റെ ഈ കുന്നും മലയും പച്ചപ്പും കാടൊക്കെ കാണാൻ നല്ല രസമാണ്, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതൊന്നും വലിയ രസം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷെ ഈ പഠിച്ചത് നമ്മുടെ ഡിഗ്രിയും PG ഒന്നും വെറുതെ ആവില്ല. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഏത് ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ചരക്കുകൾക്കും സേവനങ്ങൾക്കുമുള്ള ചോദനത്തിന്റെ വർധനം മൂലം ഉണ്ടാകുന്ന വിലവർധനവയാണ് എന്ത് എന്ന് പറയുന്നത്? ചോദന പ്രേരക വില വർധന. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഫുൾ അല്ല കേട്ടോ, ഡിമാൻഡ് പുള്ളാണ്. അവിടെ ഒരു തെറ്റുണ്ട്. അപ്പോൾ സാധനങ്ങളും സേവനങ്ങൾക്കുള്ള ഡിമാൻഡിന്റെ വർധന മൂലം അപ്പൊ ജനങ്ങൾ കൂടുതലായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഡിമാൻഡ് ചെയ്യാം. അപ്പൊ സപ്ലൈയേക്കാളും ഡിമാൻഡ് വരും. എക്സസ് ഡിമാൻഡ് സംഭവിക്കുകയാണ്. അപ്പൊ എക്സസ് ഡിമാൻഡ് സംഭവിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? മാർക്കറ്റിൽ വില കൂട്ടും. കാരണം ഈ എക്സസ് ഡിമാൻഡിനെ ഓവർകം ചെയ്ത് എക്സസ് ഡിമാൻഡ് ഓവർകം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുക? ഈ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ വരുമാനം കൂടുക ആളുകൾ, അല്ലെങ്കിൽ പണത്തിന്റെ പരിണാമം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് മണി, ഇതിലുള്ള ഇൻക്രീസ് വർധനവ് മൂലം ചരക്കുകൾ സാധനങ്ങൾക്കുള്ള ചോദനം ഡിമാൻഡ് അവയുടെ പ്രധാനത്തേക്കാൾ സപ്ലൈയേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്നു. അപ്പൊ ഇവിടെ എക്സസ് ഡിമാൻഡ് ആയിരിക്കും, അധിക ചോദനമായിരിക്കും. അധിക ചോദനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വില വർദ്ധിക്കും. ഇനി നേരെ തിരിച്ചുകൊണ്ട് അധിക പ്രധാനം എക്സസ് സപ്ലൈ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വില കുറയും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അവിടെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഈ ഒരു ഇതിൽ നമ്മുടെ ആ ഒരു ക്ലാസ്സോടുകൂടി എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ശരിക്കും എക്കണോമിക്സ് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല. നമ്മുടെ ഒരു ഡെയിലി ലൈഫ് കണക്ട് ചെയ്ത് പറയണം. ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, കോൺസെപ്റ്റുകളൊക്കെ കിട്ടാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മളെല്ലാ ആളുകളും സാധനങ്ങൾ വാങ്ങുന്നു, കൊടുക്കുന്നു, സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ നിത്യജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് പഠിച്ചു വെക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ചില കാലങ്ങളിൽ ചോദനത്തിനെ ഉയർത്തുകയും ഉയർന്ന നിരക്കിൽ നിലനിർത്തുകയും ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട്. സ്വാഭാവിക ചിലപ്പോൾ യുദ്ധം, സാമ്പത്തിക വളർച്ചയ്ക്കോ ആവശ്യമായി ഭാരിച്ച സർക്കാർ വ്യയം, സർക്കാർ ചെലവുകൾ പണത്തിന്റെ പരിമാണത്തെ വർദ്ധിപ്പിക്കുകയും ചോദക പ്രേരകമായി വില വർധന ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലൊക്കെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി അടുത്തതാണ് ചെലവ്. ഉൽപാദന ചെലവും എന്ത് സംഭവിക്കും? വില വർധനവിലേക്ക് കാരണമാവും. ഉൽപാദന ചെലവുകളുടെ വർധന മൂലം വില വർദ്ധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ പണിമുടക്ക് ഉണ്ടാവും, തൊഴിലാളി സംഘടനകൾ നേടിയെടുക്കുന്ന വേതന വർധനവ്, ഇതൊക്കെ എന്തിന് കാരണമാവും? സാധനത്തിന്റെ വില കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ലാഭം കുറയും. ഇപ്പൊ നിങ്ങൾക്ക് തൊഴിലാളികൾ അവരുടെ വേതനം വർദ്ധിച്ചു, ഇവർക്ക് ഈ വേതനം കൊടുക്കുന്ന ഈ പ്രൊഡക്റ്റ് വിറ്റിട്ട് അതിൽ നിന്നുള്ള ലാഭം പ്രോഫിറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? തൊഴിലാളികൾക്ക് ലാഭം കൊടുക്കുന്നത്. അവ സ്വാഭാവികമായിട്ട് അവരുടെ വേജ് റേറ്റ്, അവരുടെ സാലറി വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒരു പടി മുന്നിലേക്ക് അതിന്റെ മാർജിനൽ കോസ്റ്റ് അവിടെ കൂടുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് അതിന്റെ വില വർദ്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ കുത്തക വ്യവസായങ്ങളുടെ, അതായത് മോണോപ്പൊളി പ്രവർത്തനം മൂലം ഉൽപാദന ചെലവ് കൂടിയെന്ന് വരാം. ഓക്കെ, ദെൻ ഗവൺമെന്റ് പുതിയ നികുതികൾ ചുമത്തുകയാണ്. ഗവൺമെന്റ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ തന്നെ സെയിൽസ് ടാക്സ്, GST, ഇങ്ങനെയുള്ള ടാക്സുകളൊക്കെ ചുമത്തുകയും നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നിരക്കുകൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഉൽപാദന ചെലവ് വർദ്ധിക്കും. ഇതൊക്കെ ചെലവ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? സാധനത്തിന്റെ വില കൂടും. സാധനത്തിന്റെ വില കൂടുന്നതിനാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും വ്യവസായികൾ ചരക്ക് വിലകൾ വർദ്ധിപ്പിക്കുകയും ഇത്തരത്തിൽ വില വർധനയെ ചെലവ് പ്രേരക വില വർധന, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു.
ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. 2024 ഡിസംബർ 9 സഞ്ജയ് മൽഹോത്രയെ ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഗവർണറായി നിയമിച്ചു. ഓക്കെ, അപ്പൊ അന്ന് ഒരു പത്രവാർത്തയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോദ്യമാണ് അവിടെ ആ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹത്തെ ചോദിച്ചു, റിപ്പോ റേറ്റ് കുറക്കാൻ പറ്റുമോ, നമുക്ക് എക്കോണമിയിൽ കൂടുതൽ പണം സപ്ലൈ ചെയ്യണം. അപ്പൊ അന്ന് സഞ്ജയ് മൽഹോത്ര പറഞ്ഞത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറ്റൂല, റിപ്പോ റേറ്റ് കുറക്കാൻ പറ്റൂല. റിപ്പോ റേറ്റ് കുറച്ച് വർദ്ധിപ്പിച്ചാലേ ഒരു ഇൻഫ്ലേഷൻ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ എന്നൊരു സഞ്ജയ് മൽഹോത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പത്രവാർത്തയിൽ അവസാനം പറയുന്നത്, നമുക്ക് ഇനി ഭാവിയിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായിക്കൊണ്ട് ചിലപ്പോൾ റിപ്പോ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്, നമുക്കത് പ്രതീക്ഷിക്കാം. കാരണം അപ്പോഴാണ് എക്കോണമിയിൽ കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് പണം എത്തുക. കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് പണം എത്തുമ്പോൾ ജനങ്ങളിലേക്ക് എത്തും. പിന്നെ വേറൊരു കാര്യം, കുറെ പണം ഇറങ്ങിയോണ്ട് കാര്യമില്ല, സാധനങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു രാജ്യത്ത് കുറെ പൈസ അടിച്ചിറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇൻഫ്ലേഷൻ ഉണ്ടാവും അല്ലെ. ഹൈപ്പർ ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ അവിടെ വളരെ കൂടുതലാണ്. ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളൊക്കെ അതിന് നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളൊക്കെ അല്ലെ. അതുപോലെ തന്നെ സിംബാബ്വേയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇൻഫ്ലേഷനൊക്കെ, സിംബാബ്വേയിലൊക്കെ ആളുകൾ എന്ത് ചെയ്യണം, പേപ്പർ കറൻസികൾ തെരുവോരങ്ങളിൽ വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഒറ്റ ബ്രെഡിന്റെ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടുകളായിട്ട് പൈസയായിട്ട് അവർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. കാരണം കുറെ പൈസ ഉണ്ടായിട്ട് വല്ല സാധനങ്ങൾ വേണം, അതിന് തുല്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡക്ഷൻ നടത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈസ അച്ചടിച്ചിറക്കാൻ പറ്റും. അപ്പൊ പ്രൊഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. നമുക്ക് എന്നാലും അതൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്, അതിനുള്ള പല സംസ്ഥാനങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാലാവസ്ഥകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ നോർത്ത് ഭാഗം, സൗത്ത് ഭാഗത്തുള്ള ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ജോഗ്രഫിയിലെ ആ ഭാഗങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇതിനൊക്കെ നല്ലൊരു കാലാവസ്ഥ, ഏത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കാലാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്, അതിനുള്ള വിഭവങ്ങളുണ്ട്. ഇതൊക്കെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമല്ല. നമുക്ക് തന്നെ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറാനുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. പോപ്പുലേഷൻ നമ്മളാണ് മുന്നിൽ, ഏറ്റവും കൂടുതൽ യുവാക്കൾ നമ്മുടെ രാജ്യത്താണുള്ളത് അല്ല. നമ്മുടെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഒക്കെ കൂടുതലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് വ്യവസായ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും രാജ്യത്തിന് സെൽഫ് സഫിഷ്യന്റ് ആവാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇത് കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുമ്പോൾ രാജ്യത്ത് മാറ്റങ്ങളുണ്ട്. അതിന് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വരണം അല്ലെ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ശരിക്കും എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് എല്ലാവർക്കും ബേസിക് ആയിട്ട് നോളജ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളെ കുറിച്ചും അവരുടെ ചെലവാക്കലിനെ കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തെ കുറിച്ചും ഇതൊക്കെ ഏതെല്ലാം രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പോട്ടെ, മുൻ ഗവർണർ ശക്തികാന്ത ദാസിന്റെ 6 വർഷക്കാലത്തെ കാലാവധി ഡിസംബർ 10 അവസാനിച്ചു. മൽഹോത്രയുടെ നിയമനം 3 വർഷത്തേക്കാണ്. റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണർ ആരാണ്, സഞ്ജയ് മൽഹോത്ര. യെസ്, ഒറ്റ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെ. രണ്ടാമത്തെ ചോദ്യം ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, സിലബസ് ആ ഒരു സമയത്ത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നബാർഡ് രൂപീകരണത്തിന് നയിച്ച CARD നിങ്ങൾ നോക്കുക, ഏതാ സംഭവം, ഗ്രാഫിക് ഹാർട്ട് എന്നൊക്കെ പറയും, അധ്യക്ഷൻ. നബാർഡ് രൂപീകരണത്തിലേക്ക് നയിച്ചത്. അപ്പൊ നിങ്ങൾ ആ ചോദ്യത്തിന്റെ ലെവലൊന്ന് നോക്കുക. നബാർഡ് രൂപീകരണത്തിൽ നമ്മളിപ്പോ നബാർഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, ഇതിന്റെ ചെയർമാനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, അത് ഏത് വർഷമാണെന്നുള്ളത്, എവിടെ സ്ഥിതി ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ധർമ്മങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ നോക്കുക, നബാർഡ് രൂപീകരണം, നബാർഡുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് ഇത്, ഗ്രാഫിക് ആർട്ട്. അതിന്റെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദ്യം. ആരായിരുന്നു അധ്യക്ഷൻ? ആര്? ബി ശിവരാമൻ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നോക്കാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ്. അതിന്റെ മുദ്ര അവിടെ കൊടുത്തിട്ടുണ്ട്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. മഹാരാഷ്ട്ര, ഇന്ത്യ, മുംബൈ. സ്ഥാപിതം എന്താണ്? 12 ജൂലൈ 1982, 12 ജൂലൈ 1982. ഇപ്പോഴത്തെ ചെയർമാൻ ആരാ നബാർഡിന്റെ? ശ്രീ ഷാജി KV. ഓക്കെ, അദ്ദേഹമാണത്, ശ്രീ ഷാജി KV. പഠിക്കാൻ വളരെ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ചെയർമാൻ നമ്മുടെ റിസർവ് ബാങ്ക് ആരായിരുന്നു? സഞ്ജയ് മൽഹോത്ര. എത്രാമത്തെ? 26ാമത്തെ ഗവർണറാണ്. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ കാലാവധി. 2022 ഡിസംബർ 7 നബാർഡിന്റെ ചെയർമാനായി ശ്രീ ഷാജി KV ചുമതലയേറ്റു. യെസ്, അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതിനു മുമ്പ് 2020 മെയ് 21 മുതൽ നബാർഡിന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
ഓക്കെ, ശിവരാമൻ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ബി ശിവരാമന്റെ അധ്യക്ഷതയിൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ട്രാഫിക്കാർഡ് ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാനുള്ള കമ്മിറ്റി നബാർഡ് സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1979 മാർച്ച് 30 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ. 1979 മാർച്ച് 30 ശ്രീ ബി ശിവരാമന്റെ അധ്യക്ഷതയിൽ കാർഷിക ഗ്രാമ വികസനത്തിനുള്ള സ്ഥാപനപരമായ വായ്പയുടെ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതെന്നാ രൂപീകരിച്ചത്? 1979 മാർച്ച് 30. യെസ്, സ്ഥാപന വായ്പയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക എന്നതായിരുന്നു ട്രാഫിക്കാർഡിന്റെ പ്രധാന ലക്ഷ്യം. ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് പാർലമെന്റ് 1982 ജൂലൈ 12 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981 പാസ്സാക്കി. അത് പ്രകാരം നബാർഡ് നിലവിൽ വന്നു. അഗ്രികൾച്ചർ ക്രെഡിറ്റ് വിഭാഗം ഭാരതീയ റിസർവ് ബാങ്കിന്റെ റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെൽ, അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവ ഇതുമൂലം നിർത്തലാക്കി. അവയുടെ കടമകളും അധികാരങ്ങളും ആർക്ക് കൊടുത്തു? നബാർഡിനും നൽകി. ഓക്കെ, യെസ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ സാമ്പത്തിക ക്രയവിക്രയത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് നബാർഡ്. നബാർഡിന്റെ കടമകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഇതിവിടെ വിശദീകരിക്കുന്നില്ല സമയക്കുറവ് മൂലം. ഓക്കെ, ഈ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് PPT നോക്കി നിങ്ങൾക്ക് വായിക്കാം. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ നോക്കുക. UPI, ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലെ? UPIയുടെ മുഴുവൻ ഇത്, പക്ഷേ ഓപ്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരേപോലെയൊക്കെ കാണിക്കുന്നത്. ഏതാണ് ഇതിന്റെ ആൻസർ? ഇത് ഒരുവിധം എല്ലാ ആളുകളും ശരിയാക്കി ഉണ്ടാവും. UPI ഏതാണ്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, അതാണ് UPI. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള എക്കണോമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. UPI എന്താ സംഭവം? ഇന്റർനെറ്റ് വഴി പണം കൈമാറ്റം ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഇത്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ദ നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ബാങ്കുകൾ ഇടയിൽ തൽക്ഷണം പണം കൈമാറ്റുന്നത് ബാങ്കുകൾ തമ്മിലുണ്ടാവും. ദെൻ RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, വമ്പൻ തുക പെട്ടെന്ന് കൈമാറുന്നതിനുള്ള സംവിധാനം അല്ലെ? നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഗൂഗിൾ പേയിലൊക്കെ പണം കൈമാറ്റം ചെയ്യുന്നൊക്കെ ലിമിറ്റ് ഒക്കെ ഉണ്ട് അല്ലെ? എത്രയാണെന്ന് ഇപ്പോൾ എത്ര അയക്കാൻ പറ്റും? ഓക്കെ, അതൊരു 10,000, പിന്നെ ഇപ്പോൾ 25,000 50,000 ഒക്കെ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അത് പോട്ടെ. ദെൻ IMPS, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സൗകര്യം. 24/7 പണമിടപാട് സൗകര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഈ ഒരു എക്കണോമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഏപ്രിൽ 11, 2016 ഇത് ആദ്യ പതിപ്പ് പുറത്തിറക്കിയത്. UPI അത് മനസ്സിലാക്കി വെക്കുക. 2016 ഏപ്രിൽ 11. ഓക്കെ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഒരു തൽക്ഷണ പേയ്മെന്റ് സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ സംവിധാനം മൊബൈൽ വഴി 2 ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പണം കൈമാറ്റം ചെയ്യാൻ ഉപകരിക്കുന്നു. അപ്പൊ ഇവിടെ കുറച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്കുകളാണ് ആപ്ലിക്കേഷന്റെ പേര്. ഒരുവിധം ബാങ്കുകളുടെ ഒക്കെ പേരിൽ നിന്ന് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അലഹാബാദ് ബാങ്ക് UPI. അപ്പോൾ ആന്ധ്ര ബാങ്കിൻ്റെത് അതൊരു പ്രധാനപ്പെട്ട സംഭവം കേട്ടോ. ഈ ആന്ധ്ര ബാങ്ക് നോക്കൂ, ആന്ധ്ര ബാങ്ക് 1 അല്ലെങ്കിൽ ബാങ്ക് 1 ആപ്പ് ഏത് ബാങ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏതാണ്? ആന്ധ്ര ബാങ്ക് ആണ്. ആക്സിസ് പേ, പിന്നെ ബറോഡ എംപേ. അപ്പൊ എംപേ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. BMPay ഏതാണ്? എംപേ ബറോഡയാണ്. പിന്നെ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, UPI, കാനറ UPI, എംപവർ. അത് നോക്കുക, എംപവർ. കത്തോലിക് സിറിയൻ ബാങ്ക്, CSB UPI. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻഡ് UPI. അത് പ്രധാനപ്പെട്ടതാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതാണ്? സെൻഡ് UPI. ഓപ്ഷനിലൊക്കെ ചിലപ്പോൾ എന്തെല്ലാം വരാം? MUPI എന്നോ അല്ലെങ്കിൽ UPI എന്നോ 1 UPI എന്നൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ DCB ഈസിയാണ്. ദേന ബാങ്ക് പറ്റും. ഫെഡറൽ ബാങ്ക് അടുത്ത് പ്രധാനപ്പെട്ട കേട്ടോ. ഏതാണ്? ലോഡ്സ അല്ലെ? ഏതാണ്? ഫെഡറൽ ബാങ്ക്. അപ്പോൾ ഈ ലോഡ്സ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്? ഫെഡറൽ ബാങ്ക് ആണ്. ഓക്കെ, ദെൻ HDFC, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. കർണാട്ടിക് ബാങ്ക് കുറച്ച് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കർണാടക ബാങ്ക്, KBL സ്മാർട്സ്. അത് പ്രധാനപ്പെട്ടതാണ്. KBL സ്മാർട്സ് ഏതാണ്? കർണാടക ബാങ്ക് ആണ്.
KVBUP. ഇതൊന്ന് മനസ്സിലാക്കി വെക്കാനാട്ടോ ഈ ഭാഗങ്ങളൊക്കെ, കാരണം അവിടെ നിന്ന് ഇങ്ങനെ ചോദ്യം വന്നുകൊണ്ടാണ്. കരൂർ വൈശ്യ ബാങ്ക്, കെയ്പേ ഏതാണ്? കെയ്പേ. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏതാ? PNB UPI. PNB UPI അത് ഈസിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI പേ ആണ് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ ഓപ്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. SBI M-Pay അല്ലെങ്കിൽ സെന്റ് പേ എന്നൊക്കെ പറഞ്ഞു വരും. TJSB ബാങ്ക്, ട്രാൻസാപ്പ്. യെസ്, ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം, ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിന് സഹായകമാകുന്ന കേന്ദ്ര പ്രവണത അളവ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണ്? ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിന്, കൺസ്യൂമർ ഗുഡ്, അതിൻ്റെ പ്രൊഡക്ഷന് സഹായകമാകുന്ന കേന്ദ്ര പ്രവണത അളവ്. ഓക്കെ, പ്ലസ് ടുവിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കിട്ടില്ല. കാരണം മോഡ് എന്താണ് എന്നുള്ളത് മാത്രമാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം പറയുന്നില്ല. ഞാൻ പറഞ്ഞു എക്കണോമിക്സിലൊക്കെ ചോദ്യങ്ങളൊക്കെ അപ്ലൈഡ് ലെവൽ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പ്ലസ് വണ്ണിലെ സ്റ്റാറ്റിയുടെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ഇത് മോഡ്, മീൻ, മീഡിയ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്നാൽ മീൻ, അരിതമെറ്റിക് മീനിന്റെ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് മോഡ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ മീൻ, മീഡിയം, റേഞ്ച്, ഇതൊക്കെ എവിടെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ ചോദ്യം നിങ്ങൾ നോക്കുക, അപ്ലൈഡ് ലെവൽ ചോദ്യമാണ്. മോഡാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ കേന്ദ്രീയ പ്രവണതയുടെ വ്യത്യസ്ത അളവുകൾ ഏതൊക്കെയാണ്? ഒന്ന് മാധ്യം, അരിതമെറ്റിക് മീൻ, മാധ്യകം, മീഡിയൻ, ബഹുലകം, മോഡ്. അപ്പൊ നിങ്ങൾ നോക്കുക, അവിടെ മീൻ, മീഡിയം, മോഡ കൊടുത്ത് ഓപ്ഷനിൽ മാധ്യം, മാധ്യകം, ബഹുലകം പരീക്ഷയ്ക്ക് വരും. അപ്പൊ അതിന്റെ മലയാളം പഠിച്ചു വെക്കുക. എന്താണ് ബഹുലകം? മോഡ്. മോഡ് ഫ്രഞ്ച് വാക്കായ ലാമോഡ് എന്നതിൽ നിന്നാണ് ഏതുണ്ടായത്? ബഹുലകം ഉണ്ടായത്. ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം പ്രചാരത്തിൽ ഏറ്റവും ആകർഷകമായ മൂല്യങ്ങൾ. വളരെ ഈസിയാണ് ഈ മോഡൊക്കെ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പൊ കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് ആ നമ്പേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിച്ചത് ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ അത് നമ്മൾ വിശദീകരിക്കും. ഒരു സംഖ്യാശ്രേണിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഇനമാണ് ഇത്, മോഡ്. പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കട്ടെ ഈ ചോദ്യമൊക്കെ. കുറച്ച് സംഖ്യകൾ തന്നിട്ട് അതിൽ നിന്ന് മോഡ് കണ്ടെത്താനൊക്കെ പറയും. M0 എന്നാണ് ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത്, മോഡിന്. ഒരു വിതരണ ശ്രേണിയിൽ ഒന്നിൽ കൂടുതൽ ബഹുലകം ഉണ്ടാവാനിടയുണ്ട്. ഒരു ബഹുലക മൂല്യത്തോടു കൂടി വിതരണം ഏതാണ്? ഏക ബഹുലകം എന്നും, രണ്ട് ബഹുലക മൂല്യത്തോടു കൂടിയ വിതരണ ശ്രേണിയെ ദ്വിബഹുലകം എന്നും, രണ്ടിൽ കൂടുതൽ മൂല്യത്തോടു കൂടിയ വിതരണ ശ്രേണിയെ മൾട്ടി ബഹുലകം എന്നും വിശദീകരിക്കും. ഇതൊക്കെ നമ്മളെ എക്സാമ്പിൾ വെച്ചിട്ട് വളരെ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, യെസ്. അടുത്തത്, ഒരു വിതരണത്തിൽ ഒരു മൂല്യവും മറ്റുള്ളവയേക്കാൾ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചു വരാതിരിക്കുന്നതിനാൽ ആ വിതരണത്തിൽ ബഹുലകം ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതിയും വന്നു ചേരാം. നിങ്ങൾ നോക്കുക, ഇതൊരു ചോദ്യമാണ്. 1 1 2 2 3 3 4 4 എന്നിവയുള്ള ഒരു സംഖ്യാശ്രേണിയിൽ എന്തില്ല? ബഹുലകമില്ല. അപ്പൊ ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് എന്താ പറയാ? ഇതിൽ 1 1 2 2 3 3 4 എന്നുള്ള ഒരു സംഖ്യാശ്രേണിയിലെ ബഹുലകം കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി ബഹുലകമില്ല. അല്ലെ? എന്താണ് ഇവിടെ എല്ലാം ഒരുപോലെയാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്. 1 2 പ്രാവശ്യം, 2 2 പ്രാവശ്യം, 3 2 പ്രാവശ്യം, 4 2 പ്രാവശ്യം. നേരെ മറിച്ച് ഇവിടെ 3 ഒന്നുകൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ അത് നോ ഡൗട്ട് എന്താണ്? 3 ആയിരിക്കും അതിന്റെ ബഹുലകം, മോഡ്. ഈസിയാണ് കേട്ടോ, വളരെ ഈസിയാണ് എല്ലാ സംഭവങ്ങളും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നുള്ളൂ. ഇനി ഇവിടെയാണ് നമ്മുടെ ചോദ്യം കിടക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ മോഡിന്റെ പ്രയോഗം, വ്യാപാര മേഖല നമുക്ക് അവിടെ കിട്ടി അല്ലെ. വ്യാപാര മേഖലയിൽ ഓക്കെ, ഒരേ ഒരു ഉൽപ്പന്നത്തിനുള്ള വിലയുടെ പരിധി അറിയാൻ സാധിക്കും. ഒരു കടയിൽ ഏറ്റവും കൂടുതലായി വിറ്റുപോകുന്ന വസ്ത്രത്തിന്റെ വലിപ്പം മോഡ് ഉപയോഗിച്ച് കണ്ടെത്താം. ഇത് സ്റ്റോക്ക് നടത്തിപ്പിൽ സഹായകരമാവും. ഇപ്പോഴത്തെ ആപ്ലിക്കേഷനിലൊക്കെ, ഇപ്പോൾ കടയിൽ ബില്ലിംഗ് ആപ്ലിക്കേഷനിലൊക്കെ വളരെ ഈസിയാണ്. അപ്പൊ അവിടെ തന്നെ അവർക്ക് ഗ്രാഫ്, ഓരോ സാധനത്തിന്റെ അവിടെ ഗ്രാഫുകൾ കിട്ടും. ഇപ്പോൾ സ്റ്റേഷനറി ഐറ്റം അതിന്റെ ഒരു ഗ്രാഫ് പോയി കഴിഞ്ഞാൽ അതിൽ അവർക്ക് എന്ത് കാണാൻ പറ്റും? അതിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഗ്രാഫ് ഏതാ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചെലവായ സാധനം ഏതാണ് എന്നവർക്ക് കിട്ടാൻ പറ്റും. ഇപ്പൊ കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ട് ഇതിന്റെ കാൽക്കുലേഷൻ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാത്തിനും ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറയല്ലോ, ഇപ്പൊ ഈ സൈനും കോഴ്സും ടാനൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ എവിടെ ഇപ്പൊ ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ളത്, എവിടെ ഇത് നോക്കണം എന്നുള്ളതൊക്കെ ശരിക്കും ഇതിനൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോ ഇവിടെ നമ്മുടെ ഈ മീൻ, മീഡിയം, മോഡൊക്കെ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? അവിടെയാണുള്ള പ്രശ്നം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഒരു കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വസ്ത്രത്തിന്റെ വലിപ്പം ഏത് മോഡ് കണ്ട്? ഇപ്പോ ഏറ്റവും മീഡിയം ആണോ, ലാർജ് ആണോ, അതുപോലെ തന്നെ സ്മോൾ ആണോ, ഏത് സൈസാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് എന്നുള്ളത് അറിയാനൊക്കെ ഇത്
നമുക്ക് ഈ ഒരു ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കൂടുതലായിട്ട് പിന്നെ അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും സാധാരണമായി സ്കോർ കണ്ടെത്താൻ മോഡ് ഉപയോഗിക്കുന്നത് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ മികവിനെ സൂചിപ്പിക്കാൻ സഹായിക്കുന്നു. 50 മുതൽ 60 വരെ മാർക്ക് വരെയുള്ള 100 വിദ്യാർത്ഥികൾ 40 പേർ നേടിയാൽ മോഡ് ആ റേഞ്ച് ആയിരിക്കും. അപ്പൊ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും എങ്ങനെയാണെന്നുള്ളതൊക്കെ. യെസ്, സർവേകളും പിന്തുടർച്ചകളും ആ മേഖലയിൽ ഉപയോഗിക്കുന്നു. ഗതാഗത വ്യവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ബസ്സിൽ, മെട്രോയിൽ, ഓട്ടോറിക്ഷയിൽ എന്നിവയിൽ ഏതാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്? അങ്ങനെ ഓക്കെ. ഒരു സർവേ പിന്തുടർച്ചകളൊക്കെ ചെയ്യുമ്പോൾ ഒരു പുതിയ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്നതിനുള്ള സ്നാക്കുകളുടെ രുചി വിശേഷണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? ആരോഗ്യരംഗത്ത് പനി, തൊണ്ടവേദന, കഴുത്തുവേദന മുതലായവയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്നത്? മാർക്കറ്റിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങൾ അറിയാൻ പറ്റും. മൊബൈൽ ഫോണിന്റെ മോഡലുകൾ ഏതാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഏതാണ്, പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്നൊക്കെ പറ്റും. അപ്പൊ ഇനി മാധ്യം ഇതുപോലെ നമുക്ക് പഠിക്കണം. ഇപ്പിനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യെസ്, എന്താണ് മാധ്യം? എക്സ് ബാർ, M0 ഏതാണ്? മോഡ് പ്രധാനപ്പെട്ടതാണ്. മാധ്യകം, ഓക്കെ, ഇതൊക്കെ നമ്മൾ വിശദീകരിക്കും. ഇപ്പോൾ മാധ്യകം വിതരണത്തിലെ മധ്യമൂല്യത്തെ സൂചിപ്പിക്കുന്ന സ്ഥാനിക ശരാശരി എന്ന് വിളിക്കപ്പെടും. നേരത്തെ പറഞ്ഞ മീൻ, അത് ടോട്ടൽ സംഖ്യകൾ എടുത്തിട്ട് അതിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അവറേജ്, കറക്റ്റ് അവറേജ് കാൽക്കുലേഷൻ ആണത് മാധ്യം, മീൻ എന്ന് പറയും. ഇത് മാധ്യകം. മാധ്യക വിതരണത്തിലെ മധ്യമൂല്യത്തെ സൂചിപ്പിക്കുന്നു, സ്ഥാനിക ശരാശരി എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇനങ്ങളിൽ പകുതി മദ്യത്തിന്റെ മുകളിലായും മറ്റേ പകുതി മദ്യത്തിന്റെ താഴെയായും സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, വിശദീകരിക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നിരീക്ഷണങ്ങളെ 2 പകുതികളായി വേർപെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ മാധ്യകം അവിടെ തന്നെ ഉണ്ട്. ഇനി നോക്കുക, ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാകുമായിരുന്ന നേട്ടമാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് ശരിയായിട്ടുണ്ടായിരിക്കും. ഏതാണ്? എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവസരാത്മക ചെലവ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എക്കണോമിക്സിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളതാണ് ഈ അവസരാത്മക ചെലവ്, അല്ലെ? ഇപ്പൊ നമ്മൾ ചിലപ്പോൾ +2 കഴിയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും, ഇപ്പോൾ ഈ 2 വർഷം കൊമേഴ്സ് പഠിച്ചതിന് വരെ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ സയൻസ് പഠിച്ചതിന് വരെ കൊമേഴ്സ് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെ? ഇപ്പോ ഒരാള് എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്ത് പഠനം മാത്രമാണ് ചെയ്യുന്നത്, ഒരു 2 വർഷം പ്രിപ്പയർ ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷെ അതേ സമയത്തിന് ജോലിയും ചെയ്യായിരുന്നു. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിന് അദ്ദേഹത്തിന് ജോലി ചെയ്ത് കിട്ടാവുന്ന വരുമാനമാണ് അവിടെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ സമയമാണ് എന്ത്? അവസരാത്മക ചെലവ്. കിട്ടാതെ പോയ സാധനമാണ് ഇത് അവസരാത്മക ചെലവ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? വിദ്യാഭ്യാസത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിക്കും. ഇന്ന് ഇതേ ഫണ്ട് എടുത്തിട്ട് പാവപ്പെട്ട ആളുകൾ വീടുണ്ടാക്കാൻ പറ്റും, റൂറൽ സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഒഴിവാക്കിയതാണ് ഇത് അവസരാത്മക ചെലവ്. ഇനിയിപ്പോ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 2.5 മണിക്കൂർ സമയമുണ്ട്. 2.5 മണിക്കൂർ സമയം കിട്ടിയപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പുസ്തകം വായിച്ചു തീർക്കാം, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാം, പഠിക്കാം. അതേ സമയം ആ കുട്ടിക്ക് സിനിമക്ക് പോവുകയും ചെയ്യാം. അപ്പോ പുസ്തകം വായിക്കുന്നതിന്റെ അവസരാത്മക ചെലവ് 2 കാര്യം വെച്ച് പറയുമ്പോഴോ, ഒന്നെങ്കിൽ സിനിമക്ക് പോവാം, സിനിമ കാണാം, അല്ലെങ്കിൽ പുറത്ത് കറങ്ങി നടക്കാൻ പറ്റും. അപ്പോ ഇതെല്ലായിടത്തും ഉണ്ട്. അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് പോയിട്ട് പുറത്തു പോകാൻ പറ്റും, അല്ലെ? ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് അതേ ക്ലാസ് റൂമിൽ സോഷ്യോളജി പഠിപ്പിക്കാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ അവസരാത്മക ചെലവ് എപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംഭവമാണ്, ഈ അവസരാത്മക ചെലവ്. ഇതിന്റെ ഓപ്ഷൻ എ ആണ് അവസര ചെലവ് എന്നാണ്. അവസരാത്മക ചെലവ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. യെസ്, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ അവസരാത്മക ചെലവിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ രൂപത്തിലാണ് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ, എല്ലാ മേഖലയും. ഇപ്പൊ നിങ്ങൾ വാക്കേഴ്സിന് എടുത്ത് നോക്കാം. ഇപ്പൊ ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു അക്കൗണ്ടിങ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അതേ ടീച്ചറിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഓഡിറ്റിംഗ് ജോലിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ആ സമയത്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത് അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതവിടെ അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അത് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്, പാഷൻ വെച്ചിട്ടാണ് ഇത് ചെലവഴിക്കുന്നത്, പ്രിഫറൻസ് വെച്ചിട്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അവസരാത്മക ചെലവ് എന്താണ്? പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം, അതിന് തൊട്ടടുത്ത് ഏറ്റവും മെച്ചമായ ഉപേക്ഷിക്കപ്പെട്ട സാധനം. ഇപ്പൊ മൊബൈൽ കമ്പനി, ഓക്കെ, ഇപ്പൊ അവരൊരു മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ്, ആപ്പിൾ, ഇതിന്റെ ഉൽപാദന ഘടകങ്ങളൊക്കെ സെയിമാണ്. ഉൽപാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോ ആപ്പിൾ ഐഫോൺ എന്ത് ചെയ്യാണ്? ആപ്പിൾ കമ്പനി അവരുണ്ടാക്കുന്ന മൊബൈൽ ഫോണുകൾ ഈ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ ആപ്പിൾ ഐഫോൺ ഉണ്ടാക്കുന്നു. എന്നാൽ അവരവിടെ എന്ത് ചെയ്യുന്നില്ല?
ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ അവസരാത്മക ചെലവ് ഏതാണ്? ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിന്റെ ഉൽപാദനമാണ്. അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഗവൺമെന്റിന്റെ കാര്യം എടുത്ത് നോക്കുക. ഗവൺമെന്റിന് കിട്ടിയ ടാക്സ് റവന്യൂ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവാക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല മേഖലയിലും ചെയ്യാം. അപ്പൊ ഇവിടെ അവരെന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഒഴിവാക്കിയതിനെയാണ് അതിന്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും മെച്ചമായ അവസരാത്മക ഒരേക്കർ സ്ഥലത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഗോതമ്പ്, നെല്ല്. ആ ഒരേക്കർ സ്ഥലത്ത് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഗോതമ്പിന്റെ അവസരാത്മക ചെലവ് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോയ ഏതാണ്? നെല്ലാണ്, അരിയാണ്, അല്ലെ? അപ്പൊ കിട്ടാത്ത സാധനമാണ് എന്തുള്ളത് അവിടെ? അവസരാത്മക ചെലവ്. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ അവസരാത്മക ചെലവൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട, വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ. ഇപ്പൊ നിങ്ങൾ നോക്കപ്പോ ഒരു ഉൽപാദന സാധ്യത നിങ്ങൾ ABCDE എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് ഉൽപാദന സാധ്യത എയിൽ വെക്കുമ്പോൾ ഗോതമ്പിന്റെ ഉൽപാദനം ഒന്നുമില്ല, അവിടെ എന്താണ്? അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെ? ഉൽപാദന സാധ്യത ബിയിലേക്ക് വരുമ്പോഴോ അവിടെ നമുക്ക് ഒരു യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു യൂണിറ്റ് കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ഒരു യൂണിറ്റ് അരി അവിടെ കുറഞ്ഞു. അപ്പോൾ ഒരു യൂണിറ്റ് ഗോതമ്പ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഒരു യൂണിറ്റ് അവിടെ എന്ത് കുറഞ്ഞു? അരിയുടെ ഉൽപാദനം കുറഞ്ഞു. അപ്പോൾ ഒരു യൂണിറ്റ് ഗോതമ്പ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ അവസരാത്മക ചെലവ് ഏതാണ്? അവിടെ ഒരു യൂണിറ്റ് അവിടെ കുറഞ്ഞിട്ടുള്ള അരിയാണ് അവിടെ അതിന്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1 2 മാറുകയാണ്. ബിന്ന് സിയിലേക്ക് വരുമ്പോൾ ഗോതമ്പിന്റെ ഉൽപാദനം ഒന്നുകൂടി കൂടി. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 യൂണിറ്റ് അരിയുടെ ഉൽപാദനം അവിടെ കുറഞ്ഞിട്ടുണ്ട്. 9 ഉള്ളത് 7 ആയി. അപ്പൊ ഒരു യൂണിറ്റ് അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അവസരാത്മക ചെലവ് 2 യൂണിറ്റ് അരിയാണ്. 2 നിന്ന് 3 നിങ്ങൾ നോക്കുക. സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ 2 യൂണിറ്റ് ഉള്ളത് 3 യൂണിറ്റ് ആയി. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോൾ 3 യൂണിറ്റ് കിട്ടും. അപ്പൊ 3 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യം 7 ഉണ്ടായിരുന്നത് 4 ആയി. 3 യൂണിറ്റ് അരിയുടെ ഉൽപാദനം കുറച്ചു. അപ്പോ 3 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഗോതമ്പിന്റെ അവസരാത്മക ചെലവ് 3 യൂണിറ്റ് അരിയാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ ഇനി കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും. അപ്പൊ നമ്മളിവിടെ ഇതൊന്ന് ജസ്റ്റ് ഒരു ഡയഗ്രത്തിലേക്ക് വരക്കുമ്പോൾ അപ്പൊ നമുക്കറിയാം ഇതാണ് X ആക്സിസ്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതാണ് ഇത് നമ്മുടെ X ആക്സിസ്. ഇങ്ങനെ ലംബമായിട്ട് വെർട്ടിക്കൽ ആയിട്ട് വരുന്നതാണ് ഇത് Y ആക്സിസ്. X ആക്സിസിൽ നമ്മൾ ഗോതമ്പ് അടയാളപ്പെടുത്താണ്. ഗോതമ്പ് 1 2 3 4 5 4 വരെയാണ്, 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഗ്യാപ്പിലൊക്കെ. അതുപോലെ Yയിൽ നമ്മൾ എന്ത് കൊടുത്തു? അരി കൊടുത്തു. 1 to 11 ഒന്ന് എക്സ്ട്രാ കൊടുക്കണം, ജസ്റ്റ് ഒരു ഗ്രാഫിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒറിജിൻ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇനി നിങ്ങൾ നോക്കുക, മാർക്ക് ചെയ്യണം. ഇതിൽ ഗോതമ്പ് എക്സിലാണ്. അപ്പൊ ആദ്യം സ്പോട്ട് ചെയ്യേണ്ടത് എക്സിലെ വാല്യൂ ആണ്, പിന്നെ സ്പോട്ട് ചെയ്യേണ്ടത് വൈയിലെ വാല്യൂ ആണ്. അപ്പൊ ആദ്യം 0 എവിടെ വരും? ഗോതമ്പ് എക്സിലാണ്, അല്ലെ? അപ്പോ 0 ഇവിടെ ഈ ഒരു പോയിന്റ് ആണ് 0. അപ്പൊ അവിടെ 0 കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈ അരി എത്രയാണ്? 10 യൂണിറ്റ്. അപ്പൊ നിങ്ങൾക്ക് 0 10. ഇനി അടുത്തത് എത്രയാ? ഗോതമ്പ് 1 ആണ്, അല്ലെ? അപ്പോ ഗോതമ്പ് എക്സിൽ 1 എടുത്തു, ആ 1 ആണ് ഇത്. യെസ്, ആ പോയിന്റ്. പിന്നെ വൈയിൽ എത്രയാ? 9. അപ്പൊ ആ പോയിന്റ് ഇവിടെ വരും. അടുത്തത് പോയിന്റ് സിയിലേക്ക് വരുമ്പോ എത്രയായി? ഗോതമ്പ് 2 യൂണിറ്റ്. ഫസ്റ്റ് 2 അടയാളപ്പെടുത്തി, പിന്നെ 7. ആ 7 ആണ് ഇവിടെ വൈയിലുള്ളത്. അത് ആദ്യം എക്സിലെ വാല്യൂ എടുക്കണം. ഇനി നിങ്ങൾ നോക്കുക, അടുത്തത് ഡിയിലേക്ക് വരുമ്പോ ആദ്യം 3 കണ്ടോ? ഈ 3 എക്സിന് നേരെയുള്ളത്, പിന്നെ 4 ഏതിന് നേരെയുള്ളത്? വൈ ആക്സിസിലുള്ളത്. അതുപോലെ തന്നെ പിന്നെ 4 0. 4 നമ്മൾ ആദ്യം എവിടെ എടുത്തു? എക്സിലെടുത്തു. പിന്നെ 0 എവിടെയാണ്? ഇവിടെയാണ് 0. ഇനി ഇത് ജസ്റ്റ് ഈ സാധ്യതകളെല്ലാം കണക്ട് ചെയ്തിട്ട് ലൈൻ വരച്ചാൽ മതി. അത് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി, സ്കെയിൽ വെച്ച് വരക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് അതിങ്ങനെ ആ എ മുതൽ ബി സി ഡി ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇങ്ങനെ ലൈൻ കിട്ടും. ഇതാണ് നമ്മുടെ ഉൽപാദന സാധ്യത വക്രം. അങ്ങനെ ABCDE 5 സാധ്യതകളാണ് ഉള്ളത്. എ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അരി മാത്രം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എയിൽ അരിയുടെ അവസരാത്മക ചെലവ് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോയ 4 യൂണിറ്റ് എന്താണ്? 4 യൂണിറ്റ് ഗോതമ്പാണ്. ഇപ്പൊ എല്ലാ സാധ്യതകളും നമ്മൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഗോതമ്പ്. അപ്പൊ അവിടെ എന്തില്ല? അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് രണ്ടും വേണം, ഗോതമ്പും അരിയും വേണമെന്നുണ്ടെങ്കിൽ BCD ഇത് 3 എടുക്കണം. അപ്പൊ അവിടെ അളവിൽ മാറ്റം വരും. ഇപ്പോ നിങ്ങൾ നോക്കുക, ഗോതമ്പിന്റെ അളവ് കൂടി വരുമ്പോ 1 2 3 ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അരിയുടെ ഉൽപാദനം കുറക്കും. കാരണം അവിടെ ഒന്നിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാലേ മറ്റൊന്ന് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ.
അപ്പോഴാണ് എന്താണോ നമുക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നതായിരിക്കും അതിന്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. പറഞ്ഞു, നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഉൽപാദന സാധ്യത വക്രമാണ് ഇവിടെ കൊടുത്തത്. ഗ്രാഫിൽ എക്സ് അക്ഷത്തിൽ ഗോതമ്പും വൈ അക്ഷത്തിൽ ഏതാണ്, അരിയുമാണ്. യെസ്, എ എന്ന വക്രത്തെ ഉൽപാദന സാധ്യത വക്രം എന്ന് പറയുന്നു. എ ബി സി ഡി ഇ, എ ബി സി ഡി എന്നിവ വിവിധ ഉൽപാദന സാധ്യതകളാണ്. ഓക്കെ, യെസ്. അപ്പോൾ അഥവാ 4 യൂണിറ്റ് ഗോതമ്പിന്റെ അവസരാത്മക ചെലവ് ഉൽപ്പാദിപ്പിക്കുക പോയ 10 യൂണിറ്റ് അരിയാണ്. യെസ്, ഗ്രാഫൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. 46ാമത്തെ ക്വസ്റ്റ്യൻ, അപ്ലൈഡ് ലെവൽ അടുത്ത ചോദ്യമാണ്. യെസ്, ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യം, ഇന്ധനം, ഓട്ടോമൊബൈൽ, ആഡംബര വസ്തുക്കൾ. ഏതാണ്? കൺഫ്യൂഷൻ വരാനുള്ളൊരു ചോദ്യമാണിത്. യെസ്, ചെറിയ തൊണ്ടക്കൊരു കിച്ചുണ്ട്, ഒന്നും എഡിറ്റ് ചെയ്യാൻ നിൽക്കണില്ല, ക്ലാസ് എടുത്ത് അങ്ങനെ പോവാണ്, സമയം വളരെ കുറവാണ്. അപ്പോൾ പെട്ടെന്ന്, ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പന്നം ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയാം. ഭക്ഷ്യധാന്യം, ഇന്ധനം, ഓട്ടോമൊബൈൽ, ആഡംബര വസ്തുക്കൾ. അപ്പൊ ഇലാസ്തികത കുറവ്, ഇലാസ്തികത കൂടിയത്, നിങ്ങൾ നോക്കുക ഈ ചോദ്യത്തിന്റെ ലെവല്. ആ ഒരു ബേസിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക അതിന്റെ ഒരു ഡെഫിനിഷൻ നിന്നിട്ട് ഇത് ഏതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ആ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വലിയ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ഇത് ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്കാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചല്ലോ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ സിലബസിലുള്ള മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് സിലബസിലെ പറയുന്നില്ല, മാർക്കറ്റ് സ്ട്രക്ചർ ഇല്ല, അത് ഇല്ലാത്ത ഏതായാലും നന്നായി. ഈ മാർക്കറ്റ് സ്ട്രക്ചർ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, മോണോപ്പൊളി, ഒളിഗോപ്സോണി, ഡുവോപ്സോണി, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചറുകൾ ഉണ്ട്. 8-9 മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയാണുള്ളത്? ഇപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ പറയും, ഇതൊരു മിത്താണെന്ന് പറയും, ഇങ്ങനെ ഒരു മാർക്കറ്റ് നിലവിലില്ല എന്ന് പറയും. അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എക്കണോമിക്സിലെ സിദ്ധാന്തങ്ങൾക്കൊക്കെ അസംഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വർക്കാവും, എല്ലായിടത്തും എന്ത് ചെയ്യില്ല, വർക്കാവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ സംഭവിക്കും. അല്ല, അവിടെ നമ്മൾ പഠിക്കും നോർമേറ്റീവ് എക്കണോമിക്സ്, പോസിറ്റീവ് എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏതാ? പെട്ടെന്ന് ഇതിന്റെ ആൻസർ 1 and 2, 1ഉം 2ഉം ആണ്. ഭക്ഷ്യധാന്യം, ഇന്ധനം, ഇതാണ് ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ളത്. ഓക്കെ, ഭക്ഷ്യധാന്യം, അതുപോലെ തന്നെ നമ്മുടെ ഇന്ധനം. എന്താണ് ഇന്ധനം, ഭക്ഷ്യധാന്യം എന്തുകൊണ്ടാണ് ഇലാസ്തികത കുറയാനുള്ള കാരണം? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഓട്ടോമൊബൈലും ആഡംബര വസ്തുക്കളും, ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ഭക്ഷ്യധാന്യം, ഇന്ധനവും മറ്റുള്ള 2 സാധനങ്ങളും. ഭക്ഷ്യധാന്യവും ഇന്ധനവും നമുക്ക് വളരെ പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് അല്ലെ. ഇന്ധനം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം നമ്മുടെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് ഇന്ധനം, ഫ്യൂവൽ എന്ന് പറയുന്നത്, പെട്രോൾ, ഡീസലൊക്കെ. അപ്പോ ഇതിന്റെ ഇലാസ്തികത കുറവായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വില കൂടിയാലും നമ്മളതിന്റെ കൺസംഷൻ വളരെ കുറച്ചേ കുറക്കുള്ളൂ. വില കൂടിക്കഴിഞ്ഞാലും അതിന്റെ ഡിമാൻഡിൽ കുറവ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വില ഒരു 20% കൂടിയെന്ന് വിചാരിച്ചോളൂ, പക്ഷെ ഡിമാൻഡ് ചിലപ്പോൾ ഒരു 5% കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 10% കുറവേ ഇവിടെ ഉണ്ടാവുള്ളൂ, ഡിമാൻഡിൽ ഉണ്ടാവുള്ളൂ, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ. കാരണം നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾ നോക്കുക, പഞ്ചസാരയുടെ വില കൂടി, അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും വൈകുന്നേരം കുടിക്കുന്ന ചായന്റെ അളവ് കുറക്കേണ്ടി വരും അല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറയുമ്പോൾ പുറത്ത് കടയിലൊന്നും പോയിട്ടിപ്പോൾ ആളുകൾ കുറച്ചിട്ടുണ്ടാവും ചായയുടെ അളവ്. കാരണം ഒരു ചായക്ക് 12 ആയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 5 ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്കറിയാം. 5ഉം 6ഉം ചായക്ക് കുടിക്കുന്ന ആൾക്കാർ, അതിന്റെ കൂടെ സിഗരറ്റും. ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ മറ്റേ ഡീമെറിറ്റ് ഗുഡ്, സിഗരറ്റൊക്കെ എവിടെയാണ്? ഇലാസ്തികത കുറഞ്ഞതാണ്. കാരണം അഡിക്ഷനാണ്. വില കൂടുതൽ അവിടെ പ്രശ്നമല്ല, കാരണം അത് വാങ്ങേണ്ടി വരും അല്ലെ. ചായ, കോഫി, ഈ സംഭവങ്ങളൊക്കെ, സിഗരറ്റ്, ആൽക്കഹോൾ, ഇങ്ങനെയുള്ളതൊക്കെ അഡിക്റ്റ് ആയി കഴിയുമ്പോൾ അവിടെ എന്താവും? ഇലാസ്തികത കുറഞ്ഞ ചോദനായിരിക്കും. കാരണം നമ്മൾ വാങ്ങും, പൈസ അവിടെ ഒരു പ്രശ്നമാവില്ല അല്ലെ. പക്ഷെ എന്നാലും ഒരു റാഷണൽ ആയിട്ടുള്ള കൺസ്യൂമർ എന്ത് ചെയ്യും? അതിന്റെ ഉപയോഗം കുറക്കുക ചെയ്യാം. കാരണം ഇതിന് നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭക്ഷ്യധാന്യമാണ്, നമുക്ക് ഭക്ഷണം കഴിക്കണം, വില കൂടിയിട്ട് അവിടെ കാര്യമില്ല. അപ്പൊ അരിന്റെ വില എങ്ങനെ കൂടി വരും, എന്ത് ചെയ്യാം? നമുക്കിത് വാങ്ങില്ലാതെ നിവർത്തില്ല അല്ലെ. കൂടുതൽ പണം എന്തിനു വേണ്ടി ചെലവാക്കേണ്ടി വരും? ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരും അല്ലെ. ലിവിങ് കോസ്റ്റ് കൂടും. എന്നാൽ ആഡംബര വസ്തുവിനെ കുറിച്ച് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വില കൂടി കഴിഞ്ഞാൽ അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ സ്വർണ്ണത്തിന് അങ്ങനെ വില കൂടുന്നുണ്ട്. അപ്പൊ കല്യാണം കിടക്കുന്ന സമയത്താണെങ്കിൽ അതിനൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാത്തപ്പോ ആളുകൾ ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ കുറിച്ച് സ്വർണ്ണത്തിനാ വില കൂടുകയല്ല, നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. അയ്യോ വില കുറഞ്ഞാലും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല, അത് വേറെ സംഭവം. അപ്പോൾ കാരണം എന്താ? ആഡംബര വസ്തുവാണ്. അതൊക്കെ ഇലാസ്തികത കൂടിയതിലേക്ക് കയറാൻ നമ്മൾ പഠിക്കാം. അപ്പൊ ഇന്നത്തെ പോട്ടെ, നമുക്ക് പെട്ടെന്ന് നോക്കാം എന്താണ് ചോദനത്തിന്റെ വില
പ്രതിസ്പന്ദനാത്മകത. നിങ്ങൾ നോക്കുക, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ധാര കൊണ്ടുവന്ന് ആൽഫ്രഡ് മാർഷലാണ് ഈ ആശയം സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത്. ഇതല്ല ചോദിച്ചത് അല്ലെ, നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചു. വിലയിലുള്ള മാറ്റം മൂലം ചോദനത്തിന്റെ അളവിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നതെന്ന് നിർണ്ണയിക്കുന്ന വില ഇലാസ്റ്റികത കഴിയും. അപ്പോൾ വില എത്ര ശതമാനം കൂടിയപ്പോൾ ചോദനത്തിൽ എത്ര മാറ്റം സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു സാധനത്തിന്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിന്റെ ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന പ്രതിസ്പന്ദനാത്മകതയെ ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്നു. ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനത്തെ വിലയുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഹരിച്ച് വില ഇലാസ്തിക കണക്കാക്കുക. അത് കാണുമ്പോൾ ആകെ കിളിവാറണ്ട. എന്താണ് ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനം, എത്ര ശതമാനം ചോദനത്തിൽ മാറ്റം ഉണ്ടായി അത് ഹരിക്കണം വിലയിലുള്ള ശതമാന മാറ്റം. ഇപ്പൊ വില 10 രൂപയിൽ നിന്ന് 15 വർദ്ധിച്ചു. അപ്പൊ അതിന്റെ ശതമാന മാറ്റം കാണണം അല്ലെ. ശതമാന മാറ്റം കാണണമെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പൊ 10 നിന്ന് 15. അപ്പൊ എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. 5 ഡിവൈഡ് ബൈ എത്രയെന്നാണ് വർദ്ധിച്ചത്, 10 എന്നാണ്. അപ്പൊ 10 × 100. അപ്പോൾ 10 നിന്ന് 15 ആയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 100 നിന്ന് 90 കുറഞ്ഞു. 100 ലിറ്ററിൽ നിന്ന് അല്ലെങ്കിൽ 90 ലിറ്റർ ആയിട്ട് കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ ഡിഫറൻസ് എടുക്കുക. 100 നിന്ന് 90 10 എത്രയെന്നാ കുറഞ്ഞത്, 100 എന്നല്ലേ. അപ്പൊ 100 കൊടുക്കുക ഡിനോമിനേറ്റർ ആയിട്ട്. എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയില്ലേ, ഇൻറ്റു ടൈംസ് 100 കിട്ടും. അപ്പൊ അതിനുള്ളൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. PD പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് ഇത് PED. യെസ്, നോക്കിക്കൂടാ. ഇത് PED കാണാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആ ഡെൽറ്റ നിങ്ങൾ നോക്കുക, ഡെൽറ്റ Q. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ക്വാണ്ടിറ്റിയിൽ എത്ര മാറ്റം വന്നു. ഇപ്പോ 200 ഉള്ളത് 300 ആയി. അപ്പോൾ അതെത്രയാണ്, 200 ഉള്ളത് 200 ക്വാണ്ടിറ്റി ഡിമാൻഡ് അത് 300 ആയി. അപ്പൊ അവിടെ മാറ്റം എത്രയാണ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് 100 ആണ് അല്ലെ. അതുപോലെ പ്രൈസ് 5 ഉള്ളത് 10 ആയി. അപ്പൊ അവിടെ ചേഞ്ച് എത്രയാണ്, പ്രൈസിന്റെ ചേഞ്ച് എത്രയാണ്, 5 ആണ്. അത് അവിടെ വരും. പിന്നെ എത്ര രൂപയെന്നാണ് കൂടിയത്, അത് P ആയിരിക്കും. ആദ്യത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരിക്കും ഇവിടെ Q ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, വിശദീകരിക്കുന്നതൊക്കെ വളരെ വിശദമായിട്ട് കൊടുക്കും. ഇതിന്നൊരു ഒറ്റ മാർക്ക് നമ്മുടെ ഇത് പോകില്ല. ചിലപ്പോൾ ഇതിനൊരു കാൽക്കുലേഷൻ വരും. ഇനി അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇത് പഠിച്ചു നോക്കുക, അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ ഈസിയാണ്. ഇത്ര രൂപയെന്ന് ഇത്ര കൂടി, അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇത്ര വർധനവ് ഉണ്ടായി, ഇത്ര കുറവുണ്ടായി. ആ സാധനങ്ങൾ നേരെ ഇക്വേഷനിലേക്ക് ഇട്ടാൽ മതി അല്ലെ. Q എന്താണ്, ഡെൽറ്റ Q ചേഞ്ച് ഇൻ Q, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര ചേഞ്ച് വന്നു. ഡെൽറ്റ P, ഡെൽറ്റ പറഞ്ഞ ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിൽ എത്ര ചേഞ്ച് വന്നു. P ഏതാണ്, എത്ര രൂപയെന്നാണ് കൂടിയത്, അതാ കൊടുക്കേണ്ടത്. കൂടിയതിലേക്കല്ല. 10 നിന്ന് 15 ആകുമ്പോൾ അവിടെ 15 അല്ല കൊടുക്കുക, 10 ആണ് കൊടുക്കുക. Q എന്ന് പറയുമ്പോൾ 100 നിന്ന് 90 കുറഞ്ഞു. അപ്പൊ 100 എന്നാണ് കുറഞ്ഞത്. അപ്പൊ Q അവിടെ ഏത് കൊടുക്കണം, 100 ആണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ 1000 നിന്ന് 5000 ആയി. അപ്പൊ 1000 ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഡെൽറ്റ Pയിൽ അവിടെ ചേഞ്ച് കൊടുക്കണം. 1000 നിന്ന് 5000 ആകുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് 4000 ആണ്. യെസ് ഓക്കെ. ഓരോ സാധനത്തിന്റെയും പ്രതിസ്പന്ദനാത്മക വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് 5 രീതിയിലാണ് നമ്മളിത് പറയുന്നത്. ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ PED അത് പ്രതിസ്പന്ദനാത്മക ഇലാസ്റ്റിസിറ്റിയെ 5ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഏതാണ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്തിക ചോദനം. നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ ആഡംബര വസ്തുക്കളും ഓട്ടോമൊബൈലൊക്കെ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അത് നമ്മളെ ബാധിക്കുന്ന സംഭവമല്ല. അതിനുള്ള ചില സാധനം ഇപ്പൊ നമ്മുടെ അത് വാണ്ടിന്റെ കാര്യത്തിലാണ്. നീഡ് വാണ്ട് എന്ന് പറയും. എന്താണ് ആവശ്യം, അത്യാവശ്യം. ആവശ്യമുള്ള സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഡിമാൻഡ് ചെയ്യും. മറ്റേതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ലെ. അത് ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ, ആപ്പിൾ ഐഫോൺ, പൈസ ഉണ്ടെങ്കിൽ ആപ്പിൾ വാങ്ങാം, സംഭവങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ വാങ്ങാം. എന്നാൽ ഇതിന്റെ ഒക്കെ ഉപയോഗങ്ങൾ ആൻഡ്രോയിഡിൽ നടക്കും. അപ്പോൾ വില കുറഞ്ഞ മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ എവിടെ വരും, ഇലാസ്റ്റിക് ഡിമാൻഡിൽ വരും. ഏകാത്മക ഇലാസ്തിക ചോദനം, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. വിശദീകരിക്കും നമ്മൾ. ഇലാസ്തികമല്ലാത്ത ചോദനം, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലെങ്കിൽ ഇലാസ്തികത കുറഞ്ഞത്. അവിടെയാണ് നമ്മുടെ ചോദ്യം. പൂർണ്ണ ഇലാസ്തിക ചോദനം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണ ഇലാസ്തികത കുറഞ്ഞ ചോദനം. ഓരോന്നും ഇത് വിശദീകരിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. മറ്റേ നമ്മൾ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചോദനത്തിലുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നു. എങ്ങനെയാണ്, ചോദനം ഡിമാൻഡിലുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലാസ്തികത കുറഞ്ഞ ചോദനം എന്ന് പറയുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വിലയിൽ 20% വർധന ഉണ്ടായപ്പോൾ ചോദനത്തിൽ 10% മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാം.
ഇവിടെ പിന്നെ ഇതിന്റെ മാറ്റമൊന്നും ഇത്ര രൂപയിൽ നിന്ന് ഇത്ര കൂടി, ഇത്ര ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇത്ര ക്വാണ്ടിറ്റി കുറഞ്ഞു കൂടി എന്നൊന്നും പറഞ്ഞില്ല, ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം വന്നാലൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ നോക്കൂ, ചോദനത്തിൽ വിലയിൽ 20% മാറ്റം ഉണ്ടായി. അപ്പൊ ആദ്യം ഏത് വരും? പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ്? 10%. സോ 10% ഡിവൈഡ് ബൈ 20% ഈക്വൽസ് 0.5%. അപ്പൊ ഇവിടെ ഒന്നിൽ കുറവാണ്, ആൻസർ ഒന്നിൽ കുറവാണെങ്കിൽ എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ 0.9, 0.8, 0.5, 0.1, 0.2 ഇങ്ങനെ 0 പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മളത് വിശദീകരിക്കും ആ ക്ലാസിന്റെ സമയത്ത്. ഇലാസ്തികമല്ലാത്ത ചോദനമായിരിക്കുമ്പോൾ ഇലാസ്തികതയുടെ കേവല മൂല്യം 1നേക്കാൾ കുറവായിരിക്കും. നിങ്ങൾ നോക്കുക, ഈ <1. ഓക്കെ, ലെസ് സിമ്പിളൊക്കെ നോക്കുക. നിങ്ങൾ ഈ ലെസ് സിമ്പിളൊക്കെ പഠിക്കാനൊക്കെ ഈസി കേട്ടോ. എല്ല് നമ്മളിങ്ങനെ അല്ലേ എഴുതുക നേരെ. ഇത് എല്ലൊന്നിങ്ങനെ ഒന്ന് ചെരിച്ചിങ്ങനെ കൊടുത്തു, ഒന്നിങ്ങനെ ചെരിച്ചിങ്ങനെ എഴുതി രണ്ട് ഭാഗം. അപ്പോൾ ലെസ് ദാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇലാസ്തിക ചോദനമല്ലാത്ത ചോദനമായിരിക്കും ഇലാസ്തികയുടെ കേവല മൂല്യം 1നേക്കാൾ കുറവായിരിക്കും. അതൊക്കെ പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് ചോദന വക്രത്തിന്റെ കുറഞ്ഞ പരപ്പായിരിക്കും, അതിന്റെ പരപ്പ് കുറവായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പരപ്പ് കുറയാനുള്ള കാരണം എന്നൊക്കെ. നിങ്ങൾ നോക്കിക്കോളുക, ചോദനത്തിനുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഒരു ഉദാഹരണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ എക്സിൽ ചോദനം ഏതാണ്? ക്വാണ്ടിറ്റി, ഡിമാൻഡ്. വൈയിൽ നമ്മൾ എന്ത് പറയുന്നു? പ്രൈസ്. ഇത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. എക്സിൽ എപ്പോഴും എന്തായിരിക്കും? ഡിമാൻഡ് ആയിരിക്കും. വൈയിൽ എന്തായിരിക്കും? പ്രൈസ് ആയിരിക്കും. ഓക്കെ, അത് മാറരുത് കേട്ടോ, പഠിച്ചു വെക്കേണ്ടതാണ്, ബേസ് ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, പ്രൈസ് PQ രണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മാർക്ക് ചെയ്തു. പ്രൈസ് കൂടി, P1, P1 കൂടി. അപ്പോൾ പ്രൈസ് കൂടിയപ്പോൾ എന്താ സംഭവിച്ചു? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. സിമ്പിളായുള്ള കാര്യമാണ്. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അതാണ് Q1. ഇപ്പൊ നിങ്ങൾ ഈ ഗ്രാഫ് തന്നെ നോക്കുക. ഈ Q1 Q1 എന്നുള്ള മാറ്റവും P എന്നുള്ള P1 മാറ്റം നിങ്ങൾ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് എവിടെയുള്ളത്? P P1 അല്ലേ? P ഇത്രയും ദൂരം പോകണം. Q വളരെ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അതല്ലേ പറഞ്ഞത്, ചോദനത്തിലുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനം. ഇനിയിപ്പോ നിങ്ങൾ ഡയഗ്രാം ഒരു കർവ് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? ചോദന വക്രത്തിന് കുറഞ്ഞ പരപ്പായിരിക്കും എന്നാണത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആ സ്ലോപ്പ് കണ്ടില്ലേ നിങ്ങൾ? സ്ലോപ്പ് ഇവിടെ കുറച്ച് കൂടുതലായിരിക്കും, ചെരിവ് കൂടുതലായിരിക്കും, പരപ്പോ കുറവായിരിക്കും അല്ലേ? അപ്പോ ഇതാണ് ഏത്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കർവ്. ഇനി ക്വസ്റ്റ്യന്റെ ലെവലൊക്കെ മാറുമെന്നും പറയാനൊന്നും പറ്റില്ല. ഡയഗ്രം ഒക്കെ തന്നിട്ട് അത് ഏതൊക്കെയാന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വളരെ ഈസി ആട്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് കിളി പറയുമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റും. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ കണ്ടോ, ഈ <1 ഇലാസ്തികമല്ലാത്ത ചോദനം. ഇലാസ്തികത കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കോളൂ. ഭക്ഷ്യധാന്യം, ഇന്ധനം, വെള്ളം. നമ്മുടെ ഓപ്ഷനുള്ള സാധനം കേട്ടോ. വൈദ്യുതി അല്ലെ? കറണ്ടൊക്കെ നമ്മളെ ബാധിക്കുമോ? കറണ്ട് ബില്ല് അങ്ങനെ കൂടുതൽ വിചാരിച്ചോളൂ, നമുക്ക് കുറക്കാൻ കഴിയുമോ? നമ്മുടെ വീട്ടില് നമ്മുടെ ഉമ്മി അച്ഛനും അമ്മയൊക്കെയാണ് എന്ത് ചെയ്യും? ഇവര് നോക്കും, അവര് വീട്ടിൽ കൂടെ നടന്ന് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി ഇങ്ങനെ നടക്കും അല്ലെ? കാരണം ഇവർക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട്, ബില്ലടക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവര് പോയിട്ട് ഇത് ലൈറ്റ് ഓഫ് ആക്കും. ലൈറ്റ് എന്താ അവിടെ ഓഫ് ആക്കാത്തത്? ഇവിടെ ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. ഒക്കെ എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ഒരു ഇലാസ്തികത കുറഞ്ഞ ചോദനയുള്ള ഉൽപ്പന്നങ്ങളാണ്. കാരണം വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണം. ഗ്യാസ് അല്ലെ? ഈ കുക്കിംഗ് ഗ്യാസ് ഒക്കെ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വൈദ്യുതി, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന്, ഡോക്ടർ മരുന്ന് ഇത് തരുമ്പോൾ പിന്നെ അവിടെ സംശയമല്ല, അവിടെ പിന്നെ വേറെ ഡൗട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ഓരോ അസുഖങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇതിന്റെ മെഡിക്കൽ ആവശ്യം, ഇപ്പോൾ ഇത് നമ്മുടെ ഓരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, ഇപ്പോൾ 18 കോടിയുടെ വിലയുള്ള മരുന്ന് വരെ നമ്മളൊക്കെ പിരിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞത് നമ്മൾ മനുഷ്യന്മാരാണ്, ഇതൊക്കെ ആർക്കും വരാം. ആരും സേഫ് അല്ല ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ നല്ല എപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പത്രത്തിലെ വാർത്തകൾ എടുത്തു നോക്കുക, ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ഓരോ അസുഖങ്ങൾ വരിക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ രക്ഷയല്ല അല്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ആർക്കും ഇല്ലാതിരിക്കട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഭക്ഷ്യധാനം, ഇന്ധനം, വെള്ളം, വൈദ്യുതി, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ, അടിസ്ഥാന ഭക്ഷണ സാധനങ്ങൾ, ബ്രെഡ്, അരി, ഉപ്പ്, പെട്രോൾ, ഡീസൽ, പുകയില ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ എവിടെ വരും? ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം. കാരണം എന്താ പ്രശ്നം? വില കൂടിയ ഡിമാൻഡിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല, ഓർക്ക് ലാഭം തന്നെ ആയിരിക്കും അല്ലെ? പെട്രോളിന് എത്ര വില കൂടിയാലും നമ്മുടെ ഉപയോഗം നമ്മൾ കുറക്കുന്നുണ്ടാവും. ജോലി സ്ഥലത്തേക്ക് പോകണ്ടേ, തിരിച്ചു വരണ്ടേ, ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് യാത്ര ചെയ്യണമല്ലോ. അപ്പൊ നമ്മുടെ സ്പെൻഡിങ് കൂടും ഈ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ.
അപ്പൊ ഇനി ഇലാസ്തിക ചോദനം, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇതിനൊക്കെ ഡയഗ്രം ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇപ്പൊ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. കുറച്ച് ചോദ്യം നോക്കണം. അപ്പൊ ഇനി പെട്ടെന്ന് ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമല്ല, അതുകൊണ്ടാണ്. ഏകാത്മക ഇലാസ്തിക ചോദനമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് വായിച്ചു നോക്കിക്കോളാം. പോസ് അടിച്ച് വായിച്ചു നോക്കിക്കോളാം. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളാം. നോട്ട് ഞാൻ അതിൽ ഷെയർ ചെയ്ത് തരും. 47ാമത്തെ ചോദ്യം, ഉപഭോക്തൃ വ്യവഹാരത്തിന്റെ ഓർഡിനൽ സമീപനം. നമ്മുടെ സിലബസ് ആട്ടോ, ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഏതാണ് ഉപഭോക്തൃ വ്യവഹാരത്തിന്റെ ഓർഡിനൽ സമീപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഒന്ന് വായിച്ചു നോക്കുക. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. യെസ്, ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു. ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണാത്മകമായിട്ട് കണക്കാക്കുന്നു. ഇതൊക്കെ ബേസിക് ആ ഒരു ടെക്സ്റ്റ് +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണ്. ഏത് ഓർഡിനൽ സമീപനം. അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി ഒക്കെ ഉണ്ട്. എന്താണ് ഇവിടെ ഈ ഒരു ഗുണാത്മകമായിട്ട് കണക്കാക്കുക എന്ന് പറയാനുള്ള കാരണം? നമുക്കത് വിശദീകരിക്കാം. ഓക്കെ, എന്താണ് ക്രമ ഉപയുക്തതാ സിദ്ധാന്തം? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സംഖ്യകൾ ഉപയോഗിക്കാതെ വിവരിക്കാൻ കഴിയുന്ന ഉപയുക്തതയാണ് ഏത്? ക്രമ ഉപയുക്തത എന്ന് പറയുന്നത്. വസ്തുക്കളുടെ ഉപഭോഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മനിഷ്ഠമായ ഉപഭോക്തയെ സ്ഥാനക്രമീകരണം നടത്താൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ക്രമ ഉപയുക്തത കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ മുൻഗണനാ ക്രമം അവതരിപ്പിക്കുന്ന രീതിയാണ് ഇത് ക്രമ ഉപയുക്തത. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഉപഭോക്താവിന്റെ വ്യവഹാരത്തിന്റെ ഓർഡിനൽ സമീപനം ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു. ഇനി ഇത് കൊണ്ടുവന്ന ആളുകൾ ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനം സുവ്യവസ്ഥിതമായ രൂപത്തിൽ പരിചയപ്പെടുത്തിയതും വികസിപ്പിച്ചത് ആരൊക്കെയാണ്? ഫ്രാൻസിസ് എഡ്ജോത്ത്, വിൽഫ്രഡ് പെരിറ്റോ, ജോൺ ഹിഗ്സ്, JRD അലൻ എന്നിവർ ചേർന്നാണ്. ആരൊക്കെയാണ്? ഈ ഒരു ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പോലെ ആരെല്ലാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ഫ്രാൻസിസ് എഡ്ജോത്ത്, വിൽഫ്രഡ് പെരറ്റോ, ജോൺ ഹിഗ്സ്, RGD അലൻ. ഓക്കെ, ഒരു ഉദാഹരണം കേട്ടോ. ഇതെവിടെ ഉപയോഗിക്കുക എന്നുള്ളത് അറിയണമല്ലോ. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു തിയറി പഠിച്ചതിന്റെ എവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പൊ ഒരു ചായക്കടയിൽ ഒരു വിഭാഗത്തിന് ചായ, കോഫി, സോഡ എന്നിവയിൽ ഇഷ്ടമുണ്ടെന്ന് കരുതുക. മൂന്നേക്ക് ഇഷ്ടമാണ്. പക്ഷെ അയാൾ ഒരു ഓർഡർ ചെയ്യണം. ആദ്യം ഇത്, രണ്ടാമത്തേത് ഏത്, മൂന്നാമത്തേത് ഏത്, ഒരു പ്രിഫറൻസ് കൊടുക്കണം അല്ലെ? ചായ, കോഫി, സോഡ. അല്ലെങ്കിൽ ആദ്യം അദ്ദേഹം ചായ ആയിരിക്കും ഇഷ്ടം, കോഫി, സോഡ. നേരെ തിരിച്ചുള്ള ആളുകളുണ്ട്. സോഡ കുടിക്കുക, സോഡ ആയിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുക, കോഫി, ചായ ലാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഡിപ്പെൻസ് ഓൺ. അപ്പോ ഇതിൽ ഉപഭോക്താവ് ഏത് കൂടുതൽ ഇഷ്ടമാണ് എന്നത് വ്യക്തമാക്കുന്നു. എന്നാൽ അളവായി ഏകമാത്രം സംതൃപ്തിയാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നില്ല. യെസ്, അടുത്ത ചോദ്യം. ഇന്ത്യയുടെ GDP-യിൽ 2020-21 വർഷത്തിൽ ഏറ്റവും വളർച്ചാ നിരക്ക് കാണിച്ച മേഖല ഏതാന്നുള്ളതാണ്. സോറി, ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക്. ഇതൊരു ട്രാപ്പ് ചോദ്യമായിരുന്നു. ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല ഏത് എന്നാണ് ചോദിച്ചത്. ഏതാണ്? സേവന മേഖലയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. 2000 ലോക GDP റാങ്കിങ്ങിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എത്രയാണ്? 7.2 വളർച്ചയാണ്. അതിൽ മേഖലപരമായിട്ട് കൃഷി, വനസംരക്ഷണം, പ്രൈമറി സെക്ടർ, മത്സ്യബന്ധനം 4%, നിർമ്മാണം 4.5%, സേവനം 9.5 വളർച്ച. ആ ഒരു ഇതിൽ മാത്രം കേട്ടോ. 2022-23 സാമ്പത്തിക വർഷത്തിൽ നാമമാത്ര GDP, നോമിനൽ GDP ഒക്കെ നമ്മൾ വിശദീകരിക്കും. 16.1 വളർച്ച കൈവരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച എത്രയായിരുന്നു? 6.5 ആയിരിക്കുമെന്ന് റിസർവ് ബാങ്ക് പ്രവചിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ വിവിധ മേഖലയിലെ സംഭാവനകളാണ്. സേവന മേഖല എത്രയാണ്? ഇപ്പോൾ നമ്മൾ GVA, ഗ്രോസ് വാല്യൂ ആഡഡ്, മൊത്തം മൂല്യവർദ്ധനവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ പറയുന്നത്. ഗ്രോസ് വാല്യൂ ആഡഡ് എല്ലാം ഗ്രോസ് വാല്യൂ ആഡഡ് മൊത്തം മൂല്യവർദ്ധനവിന്റെ അടിസ്ഥാനത്തിൽ 54.72 സംഭാവന. അതൊരു പ്രധാന പോയിന്റ് ആണ്. ഈ GVA എന്ന് വന്നിട്ടുള്ളത് ഗ്രോസ് വാല്യൂ ആഡഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ കണക്കാക്കുന്നത് കേട്ടോ. വ്യവസായ മേഖല GVAയുടെ അടിസ്ഥാനം ഗ്രോസ് വാല്യൂ ആഡഡ് 27.62%. കൃഷി, വനസംരക്ഷണം, മത്സ്യബന്ധനം എന്നിവ ഉൾപ്പെടുന്ന മേഖല അതേതാ? നമ്മുടെ പ്രൈമറി സെക്ടർ 17.66%. അപ്പോൾ സേവന മേഖല, സർവീസ് സെക്ടർ 54% ആണ്. വ്യവസായ മേഖല 27.62%. കൃഷി, വനസംരക്ഷണം, മത്സ്യം എന്നിവ 17.66%. ഓക്കെ, അപ്പൊ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, 49ാമത്തെ ചോദ്യം. ഒരാളുടെ ആകെ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയും പ്രത്യക്ഷ നികുതിയായി അടയ്ക്കേണ്ടത് 1,25,000 രൂപയുമാണെങ്കിൽ അയാളുടെ ഉപയോഗിക്കത്തക്ക വരുമാനം ഡിസ്പോസിബിൾ ഇൻകം എത്രയാണെന്നാണ് പറഞ്ഞത്. ഡിസ്പോസിബിൾ ഇൻകം വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഡിസ്പോസിബിൾ ഇൻകം
അതായത് നമ്മുടെ വരുമാനം, വാർഷിക വരുമാനത്തിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട പ്രത്യക്ഷ നികുതി അതിനുശേഷം എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഇൻകം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 10 ലക്ഷം രൂപയും അതേ അടയ്ക്കേണ്ട നികുതി എത്രയാണ്? പ്രത്യക്ഷ നികുതി കേട്ടോ, ഡയറക്റ്റ് ടാക്സ് 1,25,000. അപ്പോൾ ആൻസർ ഏതാ? 8,75,000 ആണ്. ഓക്കെ. ഡിസ്പോസിബിൾ ഇൻകം എന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ കുടുംബത്തിന് നികുതികൾ അടച്ച ശേഷം ഉപയോഗത്തിന് ആവശ്യമായ ലഭ്യമായ വരുമാനമാണ്. ഇതിനെ വിതരണയോഗ്യമായ വരുമാനം എന്ന് വിളിക്കുന്നു. ഡിസ്പോസിബിൾ ഇൻകം എന്താണ്? മൊത്തം വരുമാനം മൈനസ് നേരിട്ട് അടയ്ക്കേണ്ട നികുതികൾ. ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ പ്രാധാന്യം, വ്യക്തിഗത ചെലവുകൾ, ഇതൊക്കെ വായിച്ചു നോക്കുക. സേവിങ്സ്, സാമ്പത്തിക വികസനം. യെസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. വില ഇലാസ്തികത കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ നോക്കുക, പെട്രോളിന്റെ വില ലിറ്ററിന് 60 രൂപയിൽ നിന്ന് 70 രൂപയെ വർദ്ധിച്ചപ്പോൾ അതിന്റെ ചോദനം 100 ലിറ്ററിൽ നിന്ന് 80 ലിറ്ററായി കുറഞ്ഞു. അപ്പോൾ പെട്രോളിന്റെ വില ഇലാസ്തികത കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ നോക്കൂ, പ്രൈസ് എത്രയാണ് ഈ ക്വസ്റ്റ്യന്? 60 അല്ലേ? ചേഞ്ച് ഇൻ പ്രൈസ് 60 എത്രയായിട്ട് വർദ്ധിച്ചു? 70 വർദ്ധിച്ചു. അപ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ്? 10 ആണ്. ഇനി ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കൂ, വർദ്ധിച്ചപ്പോൾ ചോദനം 100 ലിറ്ററിൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? 80 കുറഞ്ഞു. അപ്പോൾ ആദ്യം 100 അല്ലേ? അപ്പോൾ ക്യൂ 100 എന്നാണ് കുറഞ്ഞത് അല്ലേ? പിന്നെ ചേഞ്ച് ഇൻ ക്യൂ എത്രയാണ്? 100 80 കുറഞ്ഞു പറഞ്ഞാൽ 20 ആണ് അവിടെ കുറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇക്വേഷന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയിട്ട് എന്താ നമ്മുടെ ഇക്വേഷൻ? PED, ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ P ഇൻറ്റു P ബൈ ക്യൂ. ഇനി നിങ്ങൾ നെട്ടെടുത്ത് നോക്കൂ, ചേഞ്ച് ഇൻ ക്യൂ എത്രയാ? 20 അല്ലേ? ചേഞ്ച് ഇൻ P എത്രയാണ്? 10 ടൈംസ് P എത്രയാണ്? പ്രൈസ് 60 എന്നാണ് കൂടിയത്, 100 എന്നാണ് കുറഞ്ഞത്. അപ്പോൾ ക്യൂ 100. അപ്പോൾ ഇതിന് ഡയറക്റ്റ് ചെയ്യുക. 20 ഇൻറ്റു 60 1200 ഡിവൈഡ് ബൈ 1000 ഈക്വൽ 1.2. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, 1 കൂടുതലാണെങ്കിൽ അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, 1 കുറവാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? പെട്രോളിന്റെ വില ഇലാസ്തികത 1.2 ആയതുകൊണ്ട്, അതായത് ഈ >1 ആയതുകൊണ്ട് ഇതൊരു ഉയർന്ന ഇലാസ്തിക ചോദനമാണ്, ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഈസിയാണ് കേട്ടോ. നമ്മളിത് വിശദീകരിക്കും. ഇതൊക്കെ നമ്മുടെ ടോപ്പിക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കൊടുത്തു തന്നോളൂ. ഇനി നിങ്ങൾ നോക്കുക, ഇത് നമ്മളൊക്കെ വിശദീകരിക്കും. Q ഈക്വൽ ടു 20 മൈനസ് 2P. അതിൻ്റെ ഒരു ഇക്വേഷൻ A മൈനസ് BP ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ സാധനമാണ് ഈ 20 മൈനസ് 2P എന്നത്. രേഖീയ ചോദന വക്രത്തിൽ വില 5 രൂപയാണെങ്കിൽ വില ഇലാസ്തികത എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വില പറഞ്ഞിട്ടുണ്ട്, P എത്രയാണ്? 5 ആണ്. അപ്പൊ രേഖീയ ചോദന വക്രത്തിന്റെ വില ഇലാസ്തികത കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇത്, ഈക്വൽസ് മൈനസ് BP ഡിവൈഡ് ബൈ A മൈനസ് BP. നിങ്ങൾ ഇവിടെ നോക്കുക, A മൈനസ് BP. ഇതിന്റെ ഇക്വേഷൻ പഠിക്കാനും സുഖാട്ടോ. A മൈനസ് BP, ഈ മൈനസ് BP ആണ് മേലെ വരിക, ന്യൂമറേറ്റർ ആയിട്ട് വരിക. അല്ലെങ്കിൽ മൈനസ് BP താഴെ വരുമ്പോൾ അതിൻ്റെ ഒരു A ഇട്ട് കൊടുക്കുകയാണ്. A ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ അതേപോലെയാണ് കണ്ടോ. A മൈനസ് BP ആണത് 20 മൈനസ് 2P. അപ്പൊ ഈ ഇക്വേഷനാണ് പഠിച്ചു നോക്കേണ്ടത്. ഏതിന്റെ? രേഖീയ ചോദന വക്രത്തിന്റെ വില ഇലാസ്തികത കാണാനുള്ള ഇക്വേഷൻ ഏതാ? ഈ ഈക്വൽ മൈനസ് BP ഡിവൈഡ് ബൈ A മൈനസ് BP. അപ്പോൾ ഓരോന്ന് കൊടുക്കുക. B എത്രയാണ് ഇക്വേഷനിൽ? നിങ്ങൾ നോക്കുക, B കണ്ട ഇവിടെ കൊടുത്തു, A മൈനസ് BP ഇല്ല, അപ്പൊ B 2 ആണ്, -2 മൈനസ് B. ദെൻ A എത്രയാണ്? 20 ആണ് അല്ലെ? ചോദ്യത്തിൽ നോക്കുക. ദെൻ P എത്രയാണ്? 5 അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ ഇട്ടാൽ പോരെ. BP മൈനസ് 2, P എത്രയാണ്? 5 ഇൻറ്റു ടൈംസ് 5 ഡിവൈഡ് ബൈ 20 മൈനസ് 2 ടൈംസ് 5. അപ്പോൾ എത്രയായിരിക്കും? -10 ഡിവൈഡ് ബൈ 10 ഈക്വൽസ് -1. ഇനി നമ്മളിവിടെ ഈ ഇലാസ്റ്റിസിറ്റി കാണുമ്പോൾ മൈനസ് ചിഹ്നത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? അത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ E ഈക്വൽ ടു 1. നമ്മളത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി അതേപോലെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കോപ്റ്റക്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ട് അവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലേ, Q ഈക്വൽ ടു 5x1 സ്ക്വയർ ദെൻ x2 റൈസ് ടു 4 എങ്ങനെയാണ് എന്ന ഉൽപാദന ധർമ്മ രൂപത്തിൽ x1ന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 3, x2ന്റെ വാല്യൂ 2 ആയാൽ മൊത്തം ഉൽപാദനം എത്രയാന്നുള്ളത്. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x1ന്റെ വാല്യൂ 3 ആണ്, x2ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, 3 റൈസ് ടു 2 എത്രയാണ്? 2 റൈസ് ടു 4 എത്രയാണ്? നിങ്ങൾ നോക്കുക, 5 ഇൻറ്റു 9 ഇൻറ്റു 16. അപ്പോൾ മൊത്തം ഉൽപ്പന്നം എത്രയാണ്? 720 ആണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്കുണ്ട്, ഈ ഉൽപാദനം, മൊത്തം ഉൽപാദനം ഒരു ഇൻക്രീസിങ് ആണോ, ഉൽപാദനം കൂടിയിരിക്കുകയാണോ, അല്ലെങ്കിൽ ഉൽപാദനം കുറഞ്ഞിരിക്കുകയാണോ, അല്ലെങ്കിൽ ഉൽപാദനത്തിൽ മാറ്റമൊന്നുമില്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അതാണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. ഇതിൽ ആൽഫയും ബീറ്റയും ഏതാണ്? നമ്മുടെ ഈ 2ഉം 4ഉം ആണ്. റേസ് ടു കണ്ടോ, x1 റേസ് ടു 2, x2 റേസ് ടു 4. അപ്പോൾ ഇവിടെ ആൽഫ ഏതാണ്? 2ഉം ബീറ്റ ഏതാണ്? 4ഉം ആണ്. ഈ രണ്ട് വാല്യൂ തമ്മിൽ കൂട്ടുക. 2 പ്ലസ് 4 എത്രയാണ്? 6 ആണ്. 6 എന്നുള്ളത് 1നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 6 > 1 ആണ്. അപ്പോൾ അതുകൊണ്ട്
ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഇൻക്രീസ് റിട്ടേൺ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കൂട്ടിയിട്ട് ഇതിന്റെ ആൻസർ 1 കിട്ടിയിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഈ ആൽഫ ബീറ്റ വാല്യൂ പോയിന്റ് സംഖ്യയാണെന്ന് വിചാരിക്കും. ഉദാഹരണം അവിടെ മേലെ 0.1 0.2 ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 0.3 ആയിരിക്കും അതിന്റെ ആൽഫ ബീറ്റ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ആൻസർ 0.1 കുറവാണെന്നുണ്ടെങ്കിൽ അത് ഡിക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അപ്പോൾ വിശദീകരിക്കും കേട്ടോ. ഇപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതൊരു ഉൽപാദന ധർമ്മം ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ മാനവിക മൂലധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചിന്തകൻ ആരെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഗാരി ബെക്കർ ആണ്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാണ്ട് 1962 ബേക്കറിന്റെ സംഭാവന. ഗാരി ബെക്കർ ആദ്യമായി വ്യക്തിയുടെ കഴിവുകൾ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഗണിതപരമായി വിശദീകരിച്ചു. ഹ്യൂമൻ ക്യാപിറ്റൽ എ തിയോററ്റിക്കൽ ആൻഡ് എംപിരിക്കൽ അനാലിസിസ് എന്ന പുസ്തകത്തിലാണ് ഇദ്ദേഹം സിദ്ധാന്ത ലോകമെമ്പാടും അറിയപ്പെട്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ദിവസം നമ്മൾ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതുപോലെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഈ മാസം ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ജനുവരി 1 നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കും, സിൻസിയർ ആയിട്ട് പഠിക്കുന്നുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി? ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ മറ്റുള്ള ആപ്പുകളെ പോലെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് എന്ത് ചെയ്യണില്ല, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് നമ്മൾ പറയണില്ല. പഠിക്കുന്ന സീരിയസ് ആയിട്ട് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല അടിപൊളി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് നിങ്ങളിപ്പോൾ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ നോട്ടുകൾ വരിക എന്നുള്ളത്. വളരെ ഡീറ്റെയിൽ ചെയ്തിട്ട് നിങ്ങൾ പല മറ്റുള്ള ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ IAS പ്രിലിംസിൻ്റെ ആ ഒരു ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹിസ്റ്ററി ഭാഗങ്ങൾ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഹനീഫ് ഷാ സാറായിരിക്കും. അദ്ദേഹം ഈ ഒരു മേഖലയിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. പ്രധാനമായിട്ടും സ്കൂളുകളിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്, ക്ലാസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ NMS NTS പരീക്ഷകൾ അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതായത് നമ്മുടെ IAS പ്രിലിംസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിശദമായിട്ടെല്ലാം നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അവിടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് അവിടെ ദിൽഷാദ് അവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സുള്ളത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും, പരീക്ഷ ഉണ്ടാവും, മോഡൽ ക്വസ്റ്റ്യനും എല്ലാം ഉണ്ടായിരിക്കും സിലബസ് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.